അപ്പോൾ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ മാരത്തോൺ എടുക്കാൻ പോകുന്നത് രണ്ട് വിഷയങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഒരെണ്ണം ജോയിന്റ് കോസ്റ്റ് അലോക്കേഷനും രണ്ടാമത്തത് ഓവർഹെഡ് കോസ്റ്റ് അലോക്കേഷനുമാണ്. പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് അതിലെ കുറച്ച് മെത്തേഡുകൾ ഞാൻ പറയാം. ജോയിന്റ് കോസ്റ്റ് അലോക്കേഷനിൽ 4 മെത്തേഡാണുള്ളത്. ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ്, സെയിൽസ് വാല്യൂ അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് മെത്തേഡ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ്, കോൺസ്റ്റന്റ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ മെത്തേഡ്. ഓർക്കുന്നോ? അതേപോലെ ബൈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് അലോക്കേഷൻ ടെക്നിക്സ് ആണ് പ്രൊഡക്ഷൻ മെത്തേഡും സെയിൽസ് മെത്തേഡും. അഥവാ ബൈ പ്രൊഡക്റ്റിനെ ഇൻവെന്ററി ആക്കുന്ന മെത്തേഡും ബൈ പ്രൊഡക്റ്റിനെ ഇൻവെന്ററി ആക്കാത്ത മെത്തേഡും. ഓർക്കുന്നോ? അത് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യും കംപ്ലീറ്റ്ലി. രണ്ടാമത് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ട്രഡീഷണൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡും അഥവാ പ്ലാൻ വൈഡ് കോർപ്പറേറ്റ് വൈഡ് ബ്ലാങ്കറ്റ് മെത്തേഡ് എന്നൊക്കെ പറയുന്ന മെത്തേഡും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് മെത്തേഡും. ഇത് രണ്ടും നമ്മൾ എന്തായാലും ചെയ്യും. സമയമുണ്ട് എങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ഓവർഹെഡ് അലോക്കേഷൻ മെത്തേഡ്, ഓവർഹെഡ് അലോക്കേഷന്റെ മൂന്നാമത്തെ മെത്തേഡും നമ്മൾ നോക്കും. ആർ യു റെഡി ഗൈസ്? ടെൽ മി യെസ് ഓർ നോ. ജോയിന്റ് കോസ്റ്റ് അലോക്കേഷനും ഓവർഹെഡ് കോസ്റ്റ് അലോക്കേഷനുമാണ് ഇന്ന് നമ്മൾ നോക്കാം. ഓക്കെ, ജോയിന്റ് കോസ്റ്റ് അലോക്കേഷൻ പഠിക്കുന്ന മുന്നേ നമ്മൾ കുറച്ച് ടെർമിനോളജികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെല്ലാമാണ് ആ ടെർമിനോളജികൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ചില ഫാക്ടറികളിൽ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു റോ ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ നിന്ന് തന്നെ ടു ഓർ മോർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് സെപ്പറേറ്റ്ലി വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ഉരുത്തിരിഞ്ഞ് വരും. ഫോർ എക്സാമ്പിൾ, പെട്രോളിയം റിഫൈനിങ് കമ്പനി, ക്രൂഡ് ഓയിൽ റിഫൈനിങ് കമ്പനി. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന റോ മെറ്റീരിയലിൽ നിന്നുമാണ് പെട്രോൾ, ഡീസൽ, LPG, മറൈൻ ഫ്യൂവൽ, ഏവിയേഷൻ ഫ്യൂവൽ തുടങ്ങിയിട്ടുള്ള ഗുഡ്സ് കിട്ടുന്നത്, പ്രൊഡക്ട്സ് കിട്ടുന്നത്. അതോടൊപ്പം അതിൽ നിന്നും കെറോസിൻ, മണ്ണെണ്ണ, ടാർ ആൻഡ് അതർ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് കിട്ടും. ഞാനിത് രണ്ട് രണ്ട് ഗ്രൂപ്പാക്കി. മുകളിൽ കാണുന്ന ഗ്രൂപ്പ് മാർക്കറ്റിൽ നല്ല വില കിട്ടുന്ന ഗ്രൂപ്പാണ്. ഇതിനൊക്കെ മാർക്കറ്റിൽ നല്ല വില കിട്ടും. സെയിൽസ് വാല്യൂ ഇസ് വെരി ഹൈ, സെല്ലിംഗ് പ്രൈസ് ഇസ് വെരി ഹൈ കമ്പയർഡ് ടു കറസിൻ ആൻഡ് ടാർ. അതുകൊണ്ട് തന്നെ അതിനെ ജോയിന്റ് പ്രൊഡക്ട്സ് എന്നോ മെയിൻ പ്രൊഡക്ട്സ് എന്നോ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. മെയിൻ പ്രൊഡക്റ്റ് ഓർ ജോയിന്റ് പ്രൊഡക്റ്റ്. കമ്പാരിറ്റീവ്ലി വില കുറഞ്ഞ സാധനത്തിന് ആക്സിഡന്റലി ഉണ്ടായി പോയതാണത്. അവസാനത്തെ വേസ്റ്റേജ് ആണ്, പക്ഷെ അതിനെന്തോ യൂസേജ് ഉണ്ട്, വേറെ ഏതോ ഇൻഡസ്ട്രിയിൽ ഒരു യൂസ് ഉണ്ട്. നമ്മൾ യൂഷ്വലി സ്ക്രാപ്പാണ് ചെയ്യുക. അതിന്റെ പേരാണ് ബൈ പ്രൊഡക്റ്റ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാൽ ലൈവ് സ്റ്റോക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൗ.
കൗവിൽ നിന്നും തന്നെ നമുക്ക് മിൽക്ക് കിട്ടും. മിൽക്കിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. റോ ആയിട്ടുള്ള മിൽക്ക്, ബട്ടർ, ചീസ്, കേർഡ്, ഗീ, പനീർ, ബട്ടർ മിൽക്ക്, യോഗർട്ട്, മിൽക്ക് പൗഡർ, കണ്ടൻസ് മിൽക്ക്, ഫ്രഷ് ക്രീം എക്സെട്ര. ഇതിൽ വില കൂടിയ പ്രൊഡക്ട്സ് ഒക്കെ ജോയിന്റ് പ്രൊഡക്റ്റും, ബട്ടർ മിൽക്ക് എന്ന് വെച്ചാൽ മോര്, അതൊക്കെ വില കുറഞ്ഞ പ്രൊഡക്റ്റ് ആണ്, അതിന് ബൈ പ്രൊഡക്റ്റ് എന്നും പറയാം. മീറ്റ് കിട്ടും, ഒബ്വിയസ്ലി മീറ്റ് ഇസ് ജോയിന്റ് പ്രൊഡക്റ്റ്. കൗഡങ് കിട്ടും, ഫെർട്ടിലൈസർ ആക്കി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ദാറ്റ് ഈസ് അഗെയിൻ ബൈ പ്രൊഡക്റ്റ്. ലെതർ കിട്ടും സ്കിന്നിൽ നിന്നും, ദാറ്റ് ഈസ് അഗെയിൻ ജോയിന്റ് പ്രൊഡക്റ്റ്. ബോണിൽ നിന്നൊക്കെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് ദ ഐഡിയ. ഒരു പ്രൊഡക്റ്റിൽ നിന്ന് തന്നെ പലതരം പ്രൊഡക്ട്സ് ഉരുത്തിരിഞ്ഞു വരും. ആ വരുന്നതിൽ നല്ല വില കിട്ടുന്ന, മാർക്കറ്റിൽ നല്ല വില കിട്ടുന്നതിനെ മെയിൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് പറയും. തീരെ വില കിട്ടാത്തത് ബൈ പ്രൊഡക്റ്റ് എന്ന് പറയും. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു ഫാക്ടറിയാണ്. ഫാക്ടറിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്രൂഡ് ഓയിൽ മൈനിങ് എടുക്കുന്നുണ്ട്. ഇത് മൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 lakh rupees ആയി എന്ന് വിചാരിക്കാം. എന്നിട്ട് 2 lakh rupees ചെലവഴിച്ച് മൈനിങ് ചെയ്തത് ക്രൂഡ് ഓയിൽ നേരെ ഫാക്ടറിയിലെ ടാങ്കറിൽ കൊണ്ടുപോയിട്ടു. അതില് ഒരുപാട് ഇംപ്യൂരിറ്റീസ് ഉണ്ടായത് കൊണ്ട് തന്നെ അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 lakh rupees ചെലവായി, ക്രൂഡ് ഓയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും കൂടാണ്ട് സ്പ്ലിറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ എക്സ് ഉണ്ട്. 50,000 rupees ആണ് ആ കെമിക്കലിന്. ആ കെമിക്കൽ ഈ ക്രൂഡ് ഓയിലിൽ മിക്സ് ചെയ്തതോട് കൂടിയിട്ട് ക്രൂഡ് ഓയിൽ സ്പ്ലിറ്റ് ആയിട്ട് പെട്രോളും ഡീസലും കറസിനും ടാറോ ആയി മാറി. അപ്പൊ ക്രൂഡ് ഓയിലിന്റെ മുകളിലോട്ട് ഇട്ട പൈസ എത്രയാണെന്ന് ചോദിച്ചാൽ 3,50,000 രൂപയാണെന്ന് നമുക്ക് പറയാം. 350,000 ആണ് ക്രൂഡ് ഓയിലിലേക്ക് നമ്മൾ അത് സ്പ്ലിറ്റ് ആവുന്നത് വരെ ഇട്ട ചെലവ്. അതിനുശേഷവും ചെലവുണ്ടാവും. ഇപ്പൊ പെട്രോൾ ആയതിനു ശേഷവും ഡീസൽ ആയതിനു ശേഷവും നമുക്ക് ചെലവുണ്ട്. അതായത് പെട്രോള് നമുക്ക് വീണ്ടും ഫർദർ പ്രോസസ് ചെയ്തിട്ട് പ്രീമിയം പെട്രോൾ ആക്കാൻ വേണ്ടിയിട്ട് 20,000 ചെലവായി. ഡീസല് വീണ്ടും പ്രോസസ് ചെയ്തിട്ട് പ്രീമിയം ഡീസൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 10,000 ചെലവായി. ഇനി കുറച്ച് ടെർമിനോളജീസ് നമുക്ക് പറയാം. ഇവിടെ ഒരു ഇമാജിനറി ലൈൻ ഉണ്ട്. ഈ ഇമാജിനറി ലൈനിന്റെ ലെഫ്റ്റ് സൈഡിൽ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് മാത്രമേ, റോ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ഇമാജിനറി ലൈനിന്റെ റൈറ്റ് സൈഡിൽ സെപ്പറേറ്റ്ലി ഐഡന്റിഫയബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഇമാജിനറി ലൈനിൽ നിന്നുമാണ് ഇത് സ്പ്ലിറ്റ് ആയി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൈനിന്റെ പേരാണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. ഇനി സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള ഗുഡ്സിന് വേണ്ടിയിട്ട്, പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ചെലവഴിച്ച പൈസയില്ലേ ഈ 350,000? എല്ലാവർക്കും വേണ്ടിയിട്ട്, പെട്രോളും ഡീസലും കെറസിനും ടാറിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ചെലവഴിച്ച പൈസയാണ് 350,000. ഇറ്റ് ഇസ് കോമൺ എക്സ്പെൻസ് ഫോർ എവറി പ്രൊഡക്റ്റ്. ഈ 350,000 ജോയിന്റ് ആയിട്ട് എല്ലാവരുടെയും കോസ്റ്റ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് നോൺ ആസ് ജോയിന്റ് കോസ്റ്റ്. ഇനി ഇവരൊക്കെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൊഡക്ട്സിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസ ആയതുകൊണ്ട് ദിസ് ഇസ് നോൺ ആസ് സെപ്പറബിൾ കോസ്റ്റ്. ഓർ വീണ്ടും വീണ്ടും പ്രോസസ് ചെയ്യുന്ന കോസ്റ്റ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് നോൺ ആസ് ഫർദർ പ്രോസസ്സിംഗ് കോസ്റ്റ് എന്നും പറയും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും എങ്ങനെ നമുക്ക് ഇന്റർ റിലേറ്റഡ് ആയിട്ട് പറയാം? സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെയുള്ള ചെലവിനെ ജോയിന്റ് കോസ്റ്റ് എന്നും, സ്പ്ലിറ്റ് ഓഫ് പോയിന്റിന് ശേഷം ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ചെലവിനെ സെപ്പറബിൾ കോസ്റ്റ് എന്നും പറയും. ഇനി നമുക്ക് പ്രീമിയം പെട്രോളിന്റെ കോസ്റ്റ് കാണുന്നത്, ഈ കർസർ കാണുന്നുണ്ടോ? ഞാൻ അങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ കർസർ ഇങ്ങനെ റൗണ്ട് ആവുന്നത് കാണുന്നുണ്ടോ? പ്ലീസ് ടെൽ മി യെസ് ഓർ നോ. ആ, കാണുന്നുണ്ട് അല്ലേ? ഓക്കെ. ഈ പ്രീമിയം പെട്രോളിന്റെ ടോട്ടൽ കോസ്റ്റ് കാണുന്ന സമയത്ത് 20,000 മാത്രം ആണ് പ്രീമിയം പെട്രോളിന്റെ കോസ്റ്റ് എന്ന് പറയുന്നതിൽ മണ്ടത്തരല്ലേ?
ഈ 3.5 ലക്ഷം എന്ന് പറയുന്നത് പെട്രോൾ ഡീസൽ കറസിൻ ടാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ചിലവഴിച്ചതല്ലേ. അപ്പൊ ഈ 3.5 ലക്ഷത്തിന്റെ ഒരു അംശം പെട്രോളിലോട്ടും ഡീസലിലോട്ടും കറസിലോട്ടും ടാറിലോട്ടും പോണ്ടേ. അഥവാ ജോയിന്റ് കോസ്റ്റ് ആയിട്ടുള്ള ഈ 3.5 ലക്ഷം അലോക്കേറ്റ് ചെയ്യണം ടു ജോയിന്റ് പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോയിന്റ് കോസ്റ്റ് ആയിട്ടുള്ള ഈ 350,000 ജോയിന്റ് പ്രൊഡക്റ്റ് അഥവാ മെയിൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പെട്രോളിലോട്ടും ഡീസലിലോട്ടും മാത്രം അലോക്കേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പഠിക്കുന്നത്. മെത്തേഡ്സ് ടു അലോക്കേറ്റ് joint cost to joint products. For the meantime, we are ignoring byproduct like tar or kerosene. അതിന് നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുന്നു. തൽക്കാലം ജോയിന്റ് കോസ്റ്റ് ആയിട്ടുള്ള 3.5 ലക്ഷം കംപ്ലീറ്റ്ലി ജോയിന്റ് പ്രൊഡക്ട്സിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ജോയിന്റ് കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. ജോയിന്റ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാനുള്ള 4 മെത്തേഡാണ് ഈ കാണുന്ന മെത്തേഡുകൾ. ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ്, സെയിൽസ് വാല്യൂ മെത്തേഡ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ്, കോൺസ്റ്റന്റ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ മെത്തേഡ്. എല്ലാവരും കാൽക്കുലേറ്റർ കയ്യിൽ എടുത്തു വെക്കണേ. ഓക്കെ. അപ്പൊ നമ്മള് ഈ പ്രീമിയം പെട്രോളിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് എന്താ വേണ്ടി പറയാൻ പറ്റുക? നമ്മൾ പറയും ഈ 3.5 ലക്ഷം എന്ന് പറയുന്ന ജോയിന്റ് കോസ്റ്റിന്റെ ഒരു ഷെയർ പ്രീമിയം പെട്രോളിന് കൊടുക്കണം, പ്ലസ് ഈ സെപ്പറബിൾ കോസ്റ്റ് ആയിട്ടുള്ള 20,000. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് പ്ലസ് സെപ്പറബിൾ കോസ്റ്റ്. ഇതുവരെ പറഞ്ഞത് ഓക്കെ അല്ലേ? ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് പ്ലസ് സെപ്പറബിൾ കോസ്റ്റ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും ഇത് ഫ്ലോ ചാർട്ടായിട്ട് ഞാൻ വരച്ച കേട്ടോ. യൂഷ്വലി പാരഗ്രാഫാണ് ഉണ്ടാവുക. ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്. തൊട്ടടുത്ത് നമുക്ക് പാരഗ്രാഫ് വരക്കാം. ഇനി പാരഗ്രാഫ് വെച്ചിട്ട് ചെയ്യാം. എ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്, 6,000 കിലോ. ഈ എ ബി വാങ്ങാൻ 5,000, പ്രോസസ്സ് ചെയ്യാൻ 2,000. സോറി, ഇത് 2,000 ഉണ്ട്, 20,000 ആണ്. വാങ്ങാൻ 5,000, പ്രോസസ്സ് ചെയ്യാൻ 20,000. അപ്പം മൊത്തം 25,000 ജോയിന്റ് കോസ്റ്റ്. ഇത് പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ എയും ബിയും എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് കിട്ടിയെന്നാണ് പറയുക. ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് എയും ബിയും 3,000 കിലോ, 2,000 കിലോ. 6,000 കിലോ എ ബി, 3,000 കിലോ, 2,000 കിലോ. ബാക്കി സാറ് 1,000 കിലോ ഇവിടെ പോയി സ്പോയിലേജ് ആയിരിക്കും, ലോസ് ആയിരിക്കും. പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ആവിയായി പോവല്ലോ. അപ്പോൾ ഇന്റർമീഡിയറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട്. എന്റെ സെല്ലിംഗ് പ്രൈസ് 40, ബിന്റെ സെല്ലിംഗ് പ്രൈസ് 25. പക്ഷെ നമ്മൾ ആ 40ക്കും 25നും വിൽക്കാണ്ട് എ പ്ലസ് ആക്കാനും ബി പ്ലസ് ആക്കാനും പോയി. അപ്പൊ 2,500 കിലോ ആയി മാറി. 500 കിലോ ആവിയായി പോയെ. ഇവിടെ 200 കിലോ ആവിയായി പോയി, 1,800 കിലോ ആയി. പക്ഷെ കൂടുതൽ വില കിട്ടും, 60യും 35ഉം കിട്ടി. ഈ എ+നെയും ബി+നെയും നമുക്ക് പറയാം ഫൈനൽ പ്രൊഡക്റ്റ്. ഇനി വളരെ സിമ്പിളാണ്. ഈ കാണുന്ന 25,000 എന്ന് പറയുന്ന ജോയിന്റ് കോസ്റ്റിനെ, ഈ കാണുന്ന 25,000 എന്ന് പറയുന്ന ജോയിന്റ് കോസ്റ്റിനെ ഫസ്റ്റ് മെത്തേഡായ ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് പൊട്ടിച്ചു കൊടുക്കുക? പി യു മെത്തേഡിൽ വെരി സിമ്പിൾ ആണ്. പി യു മെത്തേഡ് ആണെങ്കിൽ റേഷ്യോ എസ് ഫിസിക്കൽ യൂണിറ്റ് റേഷ്യോ ഓഫ് ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ്. ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ ടെൽ മി ദ റേഷ്യോ ഇൻ ദ ചാറ്റ് ബോക്സ് എവ്രി വൺ. നമുക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. ടെൽ മി ദ റേഷ്യോ അണ്ടർ പി യു മെത്തേഡ്. ജോയിന്റ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാനുള്ള റേഷ്യോ പറ. ഗൈസ്, 3,000:2,000 ആണോ 2,500:1,800 ആണോ? 3,000:2,000 അല്ലേ?
ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റിൻ്റെതാണ് കാണേണ്ടത്. 3000:2000. 3:2 കൊടുത്താലും കിട്ടും കേട്ടോ. ഞാൻ പിന്നെ വെറുതെ പൂജ്യങ്ങൾ കൊടുത്തു എന്നുള്ളൂ. 3:2 ഇത് പൊട്ടിച്ചു കൊടുത്താലും യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇനി സെയിൽസ് വാല്യൂ മെത്തേഡ് ആണെങ്കിലോ? സെയിൽസ് വാല്യൂ മെത്തേഡ് ആവുന്ന സമയത്ത് ആദ്യം എന്താണ് സെയിൽസ് വാല്യൂ എന്ന് പറയണം. സെയിൽസ് റവന്യൂ അല്ല സെയിൽസ് വാല്യൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ 100 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 80 യൂണിറ്റ്സ് ആണ് വിറ്റിട്ടുള്ളത്. സെല്ലിംഗ് പ്രൈസ് ഇസ് 5. സെയിൽസ് റവന്യൂ കാണാൻ പറഞ്ഞാൽ നമുക്കിതാ സെയിൽസ് യൂണിറ്റ്സ് 80 യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് 5, 400 ആണെന്ന് പറയാം. സെയിൽസ് റവന്യൂ കാണാൻ പറഞ്ഞാൽ. സെയിൽസ് വാല്യൂ കാണാൻ പറഞ്ഞാലോ? സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് എന്താ അറിയോ? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം 100. ആ 100 നോക്കിയിട്ട് നമ്മൾ പറയൂലേ, ഇതിന് മാർക്കറ്റിൽ ഇത്ര വാല്യൂ ഉണ്ട്, ഇത് മാർക്കറ്റിൽ വിറ്റാൽ നമുക്ക് ഇത്ര കിട്ടും എന്ന് പറയൂലേ. അതായത് ഇതിനൊരു വാല്യൂ ഉണ്ട്, ഇത് വിറ്റിട്ട് പൈസ ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഈ 100 പ്രൊഡ്യൂസ് ചെയ്തത് മൊത്തം മാർക്കറ്റിൽ ഇതിന്റെ വാല്യൂ 5 രൂപ വെച്ചിട്ട് $500 ആണ്. ദിസ് ഇസ് നോൺ ആസ് സെയിൽസ് വാല്യൂ. അപ്പോൾ സെയിൽസ് റവന്യൂവിൽ സെയിൽസ് യൂണിറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ് എടുക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെയും ബീൻ്റെയും സെയിൽസ് വാല്യൂ ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? എൻ്റെയും ബീൻ്റെയും സെയിൽസ് വാല്യൂ. എന്റെ സെയിൽസ് വാല്യൂ 3000 ഇൻറ്റു 40, 120,000. ബീന്റെ സെയിൽസ് വാല്യൂ 2000 ഇൻറ്റു 25, 50,000. അപ്പൊ റേഷ്യോ കിട്ടി 120:50. ക്ലിയർ? അപ്പോൾ രണ്ട് മെത്തേഡ് ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്തു. പി യു മെത്തേഡ് ആണെങ്കിൽ ഈ റേഷ്യോയിൽ കൊടുക്കണം, 3000:2000 കൊടുക്കണം. സെയിൽസ് വാല്യൂ മെത്തേഡ് ആണെങ്കിൽ എന്റെ സെയിൽസ് വാല്യൂ ബിന്റെ സെയിൽസ് വാല്യൂ എന്ന് പറയുന്ന മെത്തേഡിലായിരിക്കണം ഷെയർ ചെയ്യേണ്ടത്. ഇതെങ്ങനെയാ ഷെയർ ചെയ്യാന്നുള്ളത് ഞാനൊന്ന് ഒരു ഇൻസൈറ്റ് തരാം. ചെറിയൊരു ഇൻസൈറ്റ് തരാം, വെയിറ്റ്. നമുക്ക് ആദ്യം റേഷ്യോ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ബേസിക് മാത്തമാറ്റിക്സ് മനസ്സിലാക്കാം. ഇപ്പം 300 എന്ന് പറയുന്ന എമൗണ്ട് 20:30 എങ്ങനെയാണ് നിങ്ങൾ സാധാരണ പൊട്ടിക്കാറ്? ഈ കാണുന്ന 300 എന്ന് പറയുന്ന എമൗണ്ട് 20:30 എന്ന് പറയുന്ന റേഷ്യോയിൽ സാധാരണ ആളുകൾ എങ്ങനെയാണ് പൊട്ടിക്കുക? കണ്ടോ, 300 ഇൻറ്റു 20/50. അതേപോലെ 300 ഇൻറ്റു 30/50. ഇങ്ങനെയല്ലേ സാധാരണഗതിയിൽ നമ്മൾ പൊട്ടിക്കാറ്? 300 ഇൻറ്റു 20/50, 120. 120യും ഇപ്പുറത്ത് ബാക്കി 180യും. ഞാൻ വേറൊരു നാക്ക് പറഞ്ഞുതരാം. ഞാൻ യൂഷ്വലി അങ്ങനെയാ ചെയ്യാം. അതുകൊണ്ട് കുറച്ച് ഉപകാരങ്ങളുണ്ട് കാൽക്കുലേറ്ററിലേക്ക് വരുന്ന സമയത്ത്. ഞാൻ ചെയ്യാറ് എങ്ങനെ അറിയോ? ഞാൻ ഈ 300നെ /50 പീസുകളാക്കും. 50 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെ അഡീഷൻ 50 പീസാക്കും. അപ്പോൾ ഒരു പീസ് എത്രയാണ്? 300 /50. ഒരു പീസ് എത്രയാ മക്കളെ? 6 ഒരു പീസ്. എന്നിട്ട് അപ്പൊ ഒരു പീസ് 6 കിട്ടിയേ. അപ്പൊ മൊത്തം 50 പീസിൽ ഓരോ പീസും 6 ആദ്യത്തെ ആൾക്ക് 20 പീസ് കൊടുക്കണം. ഇൻറ്റു 20, 120 ഇവന്. രണ്ടാമത്തെ ആൾക്ക് 30 പീസ് കൊടുക്കണം, 180. കൊറക്റ്റ്. അതായത് ഇവിടെ ഇൻറ്റു 20 /50 ചെയ്യുന്ന പകരം ഞാൻ ഇവിടെ /50 ഇൻറ്റു 20 ചെയ്യുന്നു. റിവേഴ്സ്.
ഇൻറ്റു ഡിവിഷൻ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. മനസ്സിലായ? ഇവിടെ ഇൻറ്റു 20/15 പകരം /50 × 20 ചെയ്യുന്നു. ഇതിനൊരു ഉപകാരം എന്താ അറിയോ? എല്ലാവരും കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്ററിൽ ഞാൻ ഇവിടെ എഴുതുന്നത് ടൈപ്പ് ചെയ്യണേ. 300 / 50 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 120 എന്ന് കിട്ടിയില്ലേ കാൽക്കുലേറ്ററിൽ? അതിനുശേഷം 30 ഈസ് ഈക്വൽ ടു എന്ന് അടിച്ചേ. ഈ 30 ഈസ് ഈക്വൽ ടു എത്രയാ കിട്ടുന്നത്? 180 കിട്ടിയില്ലേ? ഒരൊറ്റ ഫ്ലോയില് രണ്ടിന്റെ പീസും കിട്ടിയോ ഇല്ലയോ? ഏതെങ്കിലും കാൽക്കുലേറ്ററുകാരന് കിട്ടാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. ചില കാൽക്കുലേറ്ററിൽ അത് കിട്ടണമെന്നില്ല. ഒന്നുകൂടി പറയാം. കാൽക്കുലേറ്ററിൽ ഓൾ ക്ലിയർ നോക്കിയേ. എന്നിട്ട് ഇതാ 300 / 50 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു നിൽക്കുമ്പോൾ 120 എന്ന് കിട്ടിയോ? അക്ഷയ് ജോൺ കിട്ടിയില്ലേ? ഇനി വീണ്ടും നിങ്ങൾ ഈ കോമൺ ആയിട്ടുള്ള കാര്യം ടൈപ്പ് ചെയ്യണ്ടെന്നാണ് കാൽക്കുലേറ്റർ പറയുന്നത്. കാൽക്കുലേറ്ററിന് അറിയാം അത് കോമൺ ആയിരിക്കും ഉദ്ദേശിക്കാന്ന്. അങ്ങനെയാണെങ്കിൽ 20 = പകരം 30 ആണെങ്കിൽ എത്രയാണെന്ന് കാൽക്കുലേറ്റർ പറഞ്ഞുതരും. ടൈപ്പ് 30 അക്ഷയ് മനസ്സിലായോ? 180 കിട്ടിയില്ലേ? അപ്പൊ ആ 6 എന്ന് പറയുന്നത് കാൽക്കുലേറ്റർ കോമൺ ആക്കി വെച്ചു. ക്ലിയർ എവ്രി വൺ? ചില കാൽക്കുലേറ്ററിൽ കിട്ടൂല. അങ്ങനത്തെ കാൽക്കുലേറ്ററുകാർ എന്ത് ചെയ്യണം അറിയോ? ഇവിടെ 2 ഇൻറ്റു ചാമ്പേണ്ടി വരും. ചില ഓൾഡ് കാൽക്കുലേറ്റേഴ്സിൽ സോഫ്റ്റ്വെയർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ 2 ഇൻറ്റു ടൈപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു വരാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു നാക്കിൽ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കിയാലോ? കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്തേ. 25,000 നമുക്ക് 3000:2000 കൊടുക്കണ്ടേ? അല്ലെങ്കിൽ 3:2 കൊടുക്കണ്ടേ? /5 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു ഒരു ഷെയർ കിട്ടില്ലേ? എത്രയാ അത്? 15,000 അല്ലേ? അപ്പൊ തന്നെ തൊട്ട ശേഷം തന്നെ അടിക്കുക 2 ഇസ് ഈക്വൽ ടു. അപ്പൊ മറ്റേ എമൗണ്ടും കിട്ടും. എത്രയാ? 10,000 അല്ലേ? സിമ്പിൾ ആയിട്ട് പൊട്ടിച്ചു കൊടുത്തില്ലേ? ക്ലിയർ ആണോ? പക്ക ഗൈസ്. അപ്പൊ ഇതാ ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് 15,000 10,000 ആയിട്ട് ഷെയർ ചെയ്തു. ആ ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റിന്റെ കൂടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സെപ്പറബിൾ കോസ്റ്റ് ആഡ് ചെയ്യണം, 2,000 1,000 ടു ഗെറ്റ് ദ ടോട്ടൽ കോസ്റ്റ്. എടാ എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് എന്ന് പറയണേ. അപ്പൊ ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റിന്റെ കൂടെ സെപ്പറബിൾ കോസ്റ്റ് ആഡ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ യൂണിറ്റ്സ് ചെയ്താൽ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ഡിവൈഡ് ബൈ യൂണിറ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഫൈനൽ യൂണിറ്റ്സ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഐ ടെൽ യു വൈ. എടാ ഈ 25,000 ചെലവഴിച്ചപ്പോൾ കിട്ടിയത് എയും ബിയും അല്ലേ? ഈ 25,000 ചെലവഴിച്ചപ്പോൾ കിട്ടിയത് എയും ബിയുമാണ്. അപ്പൊ ഈ 15,000 എന്ന് പറയുന്നത് എന്റെ ചെലവാണ്. 10,000 എന്ന് പറയുന്നത് ബിന്റെ ചെലവാണ്. അപ്പൊ എ ഉണ്ടാക്കാൻ 15,000 ആയി. അതിന്റെ പുറത്തോട്ട് 2,000 കൂടിയും ചെലവഴിച്ചു. അപ്പൊ 17,000 17,000 ചെലവാക്കിയത് A+ ഉണ്ടാക്കാനല്ലേ? സത്യം പറഞ്ഞാല് 17,000 ചെലവ് എന്ന് പറയുന്നത് A+ന്റെ ചെലവല്ലേ? അപ്പൊ ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ A+ന്റെ യൂണിറ്റ്സ് വെച്ചിട്ടല്ലേ ചെയ്യേണ്ടത് ലോജിക്കലി?
അതുകൊണ്ടാണ് ഇവിടെ ഫൈനൽ യൂണിറ്റ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി സെയിൽസ് വാല്യൂല് ചെയ്യാം. സെയിൽസ് വാല്യൂ നമ്മൾ പറഞ്ഞു ഇന്റർമീഡിയറ്റിന്റെ സെയിൽസ് വാല്യൂ എടുക്കേണ്ടി കണ്ടോ. അണ്ടർ പി യു മെത്തേഡ് ആൻഡ് എസ് വി മെത്തേഡ്, ഫസ്റ്റ് രണ്ട് മെത്തേഡിൽ വി ഷുഡ് ടേക്ക് പ്രപ്പോർഷൻ ഓർ റേഷ്യോ ഓഫ് ഇന്റർമീഡിയറ്റ് പ്രൊഡക്ട്സ് അഥവാ പ്രൊഡക്ട്സ് അറ്റ് സ്പ്ലിറ്റ് ഓഫ്. അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ആദ്യത്തെ രണ്ട് മെത്തേഡ് ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റിന്റെ പ്രപ്പോർഷൻ ആണ് എടുക്കുന്നത്. അപ്പൊ എൻ്റെയും സെയിൽസ് വാല്യൂ കാണണം. അതിന്റെ റേഷ്യോയിൽ 25,000 പൊട്ടിച്ചു കൊടുക്കണം. സെപ്പറബിൾ കോസ്റ്റ് ആഡ് ചെയ്യുന്നു, ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു, ഡിവൈഡ് ബൈ യൂണിറ്റ് ചെയ്യുന്നു, കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുന്നു. ഓക്കെ അല്ലേ? ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് ക്വിക്കായിട്ട് പറഞ്ഞതാണ്. ഇതെങ്ങനെ കാൽക്കുലേറ്ററിൽ MCQ ടൈപ്പ് ചെയ്യും എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ മെത്തേഡിലേക്ക് പോവാണ്. മെത്തേഡിന്റെ പേരാണ് NRV മെത്തേഡ്. ആ മെത്തേഡ് ഉണ്ടാവാനുള്ള റീസണും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ കോൺസെപ്ച്വലി ഒന്ന് ക്ലാരിറ്റി കൂടും. ഇതാണ് ക്വസ്റ്റ്യൻ. എയും ബിയുമായി മാറുന്നു. 1000 യൂണിറ്റും 10 യൂണിറ്റും. എന്റെ വില 2 രൂപ, ബിന്റെ വില 200 രൂപ. 1000 3000 സെപ്പറബിൾ കോസ്റ്റ് റെസ്പെക്റ്റീവ്ലി ചെലവഴിച്ചാൽ A+ഉം B+ഉം ഉണ്ടാവും. 900ഉം 8 യൂണിറ്റും 2.5ഉം 500 ആണ് സെല്ലിംഗ് പ്രൈസ്. എടാ, ജോയിന്റ് കോസ്റ്റ് പി യു മെത്തേഡിലാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ റേഷ്യോ വിൽ ബി 1000:10, റൈറ്റ്? പി യു മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ റേഷ്യോ വിൽ ബി 1000:10. യെസ് ഓണോ? 1000:10 എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താ അറിയോ? എക്കും ബിക്കും എങ്ങനെയാ കിട്ടുക? 1000 ഡിവൈഡ് ബൈ 1010 എന്ന് പറയുന്ന പ്രപ്പോർഷൻ ഇവന് കിട്ടുക 10 ഡിവൈഡ് ബൈ 1010. അപ്രോക്സിമേറ്റ്ലി 99% കോസ്റ്റും ആര് തലയിൽ പോവും? ഏന് തലയിൽ പോവും. കാരണം അവന് യൂണിറ്റ്സ് കൂടുതലായുണ്ട്. അപ്രോക്സിമേറ്റ്ലി 99% പി യു മെത്തേഡാണ് ഞാൻ പറയുന്നത്. പി യു മെത്തേഡ് ആവുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി 99% ജോയിന്റ് കോസ്റ്റിന്റെ ഷെയറും എക്ക് പോവും. വെറും 1% കോസ്റ്റ് മാത്രമേ ബിക്ക് പോവുള്ളൂ. എന്തുകൊണ്ടറിയോ? യൂണിറ്റ്സ് 1000 യൂണിറ്റ്സ് ആണ് എ ഉള്ളത്, വെറും 10 യൂണിറ്റ്സ് ബി ഉള്ളൂ. ഇത് എനെ ചൊടപ്പിച്ചല്ലേ, ചുടപ്പിച്ചു. എ പറഞ്ഞു അതെന്ത് പരിപാടിയാ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 50,000 ജോയിന്റ് കോസ്റ്റ് എന്ന് വിചാരിക്കുക. 50,000-ൽ 48,000 ഫുൾ എന്റെ അലയിൽ തന്നെ, വെറും 2,000 ഉള്ളൂ ബിന്റെ അലയിൽ. 48,000 ആടാ, എത്രയാടാ? 50,000 99%. 49,500. 49,500 എന്റെ അലയിൽ, വെറും 500 രൂപ ബിന്റെ അലയിൽ. എണീറ്റെന്ന് ചോദിച്ചു, എന്റെ മാനേജർ എണീറ്റെന്ന് ചോദിച്ചു, ഇതെന്താണ്? എല്ലാം കൂടി നമ്മളല്ലല്ലോ. എന്നിട്ട് എന്റെ മാനേജർ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നത് ശ്രദ്ധിച്ചേ. എന്റെ മാനേജർ പറയാണ് നമ്മൾ എണ്ണം കൂടുതലാണെന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ വില കിട്ടുന്നത് വെറും 2 രൂപയാണ്. ഈ കാണുന്ന 1000 യൂണിറ്റ് മാർക്കറ്റിൽ വിട്ടാൽ കിട്ടുന്നത് 1000 × 2 $2,000 അല്ലെ? എ പറയാണ്, എന്റെ സങ്കടം പറയാണ്, 1000 യൂണിറ്റ് 2 രൂപയ്ക്ക് വിറ്റാൽ 2,000 കിട്ടുന്നുള്ളൂ. അവൻ 10 യൂണിറ്റ് ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ആ 10 യൂണിറ്റിനും 200 രൂപ വെച്ചിട്ട് വാല്യൂ ഉണ്ട് മാർക്കറ്റിൽ. 10 × 200 അതിന്റെ വാല്യൂയും 2,000 ആണ്. അപ്പൊ എ എന്ന് പറയുന്ന എൻ്റെ 1000-ന്റെ വാല്യൂവും അവന്റെ 10-ന്റെ വാല്യൂവും രണ്ടും സിമിലർ ആണ്. രണ്ടാരുടെയും സെയിൽസ് വാല്യൂ സിമിലർ ആണ്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കോസ്റ്റിലെ 99% എൻ്റെ തലയിലിടുന്നത് മോശമാണ്. എന്റെ മാനേജർ പറയുന്നതിൽ കാര്യമില്ലേ? ടെലിമിയസ്. അങ്ങനെ കാര്യമുണ്ട് എങ്കിൽ ഒരിക്കലും പി യു മെത്തേഡിൽ നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കരുത്, നിങ്ങളൊരു നല്ല കോസ്റ്റ് അക്കൗണ്ടിനാണെങ്കിൽ. കാരണം എന്തുകൊണ്ടൊരു പി യു മെത്തേഡ് ഇവിടെ നല്ലതല്ല എന്ന് പറയുന്നത്? ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സും ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. ഒരാൾക്ക് 1000, ഒരാൾക്ക് 10. രണ്ടാമത് ഇവിടെ സെല്ലിംഗ് പ്രൈസും ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരാൾക്ക് 2 രൂപ, ഒരാൾക്ക് 200. അങ്ങനെ ഭയങ്കരമായിട്ട് ഡിഫറൻസ് യൂണിറ്റ്സിലും സെല്ലിംഗ് പ്രൈസിലും വന്നാൽ പി യു മെത്തേഡ് ലോജിക്കലി ഇൻകറക്റ്റ് ആണ്. അതുകൊണ്ടാണ് സെയിൽസ് വാല്യൂ പിറന്നത് മക്കളെ. സെയിൽസ് വാല്യൂ പറയുന്നത്
പി യു മെത്തേഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് മാത്രമാണ്. റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് മാത്രമാണ്. സെയിൽസ് വാല്യൂ മെത്തേഡ് പറയാണ്, എടാ സെല്ലിംഗ് പ്രൈസും കൂടി കൺസിഡർ ചെയ്യാൻ. പ്രൊഡക്ഷൻ യൂണിറ്റ്സും കൺസിഡർ ചെയ്യണം, സെല്ലിംഗ് പ്രൈസും കൺസിഡർ ചെയ്യണം. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണല്ലോ സെയിൽസ് വാല്യൂ കണ്ടെത്തുന്നത്. അപ്പോൾ എ പറയാണ്, എന്നെ 1000 വിറ്റാലും അവനെ 10 വിറ്റാലും രണ്ടുപേരുടെയും വാല്യൂ സെയിം ആയതുകൊണ്ട് 2000:2000 1:1 കൊടുക്കേണ്ടത്. പപ്പാതി. അപ്പൊ 50,000 പകുതി മറ്റവനും 50%, ഒരാൾക്ക് 50% മറ്റേ ആൾക്ക്. ഇപ്പൊ എക്ക് ആശ്വാസമായി. കമ്പനി പറഞ്ഞു ഓക്കേടാ, നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. അപ്പൊ ബി എണീറ്റ് എന്ന് പറഞ്ഞു, അതെങ്ങനെ 50-50, അതെങ്ങനെ പപ്പാതി കൊടുക്കും? എന്നിട്ട് ബി പറയാണ്, ശ്രദ്ധിച്ച എൻ ആർ വിയുടെ പിറക്കുന്ന പോയിന്റ് ഞാൻ പറയുന്നത്. ബി പറയാണ്, സാറേ അവൻ പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ്സിന്റെ കൂടെ സെല്ലിംഗ് പ്രൈസ് നിങ്ങൾ കൺസിഡർ ചെയ്തല്ലോ എ ടീം പറഞ്ഞിട്ട്. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങനെ പപ്പാതി തരുമ്പോൾ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ മാനേജർ ചോദിച്ചു എന്താ? സെപ്പറബിൾ കോസ്റ്റ്. എക്ക് 1000 സെപ്പറബിൾ കോസ്റ്റ് ഉള്ളൂ. ബി എന്ന് പറഞ്ഞ് എനിക്ക് 2000 അവന്റെ ഇരട്ടി സെപ്പറബിൾ കോസ്റ്റ് എനിക്കുണ്ട്, അതും കൂടി കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെയാണ് എൻ ആർ വി മെത്തേഡ് പിറക്കുന്നത്. അടാ, എൻ ആർ വിയുടെ ഫോർമുല എന്താ അറിയോ? സെയിൽസ് വാല്യൂ ഓഫ് എ ഫൈനൽ പ്രൊഡക്റ്റ്. ഒരിക്കലും ഇന്റർമീഡിയറ്റ് ആണ് തെറ്റിയിരിക്കരുത്. ശ്രദ്ധിച്ചു കേട്ടോ, ആദ്യത്തെ രണ്ട് മെത്തേഡ് ഇന്റർമീഡിയറ്റ് ഫോക്കസ്ഡ് ആണ്, മൂന്നാമത്തെ നാലാമത്തെ മെത്തേഡ് ഫൈനൽ പ്രൊഡക്ട്സ് ഫോക്കസ്ഡ് ആണ് എന്നുള്ളത് അടിച്ച് തലകേറ്റി വെക്കണേ. അപ്പൊ സെയിൽസ് വാല്യൂ ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ 900 × 2.5 മൈനസ് സെപ്പറബിൾ കോസ്റ്റ് 1000. ദാറ്റ് ഇസ് എൻ ആർ വി, നെറ്റ് റിയലൈസബിൾ വാല്യൂ. ബി പ്ലസിൻ്റെത് 8 × 500 മൈനസ് 3000. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? 900 × 2.5 മൈനസ് 1000. 1250യും ഇവിടെ 8 × 500 മൈനസ് 3000. സോറി, മൈനസ് 3000 ആണ്, 300 അല്ല, 3000. 1000. അപ്പൊ എന്താ റേഷ്യോ? 1250:1000. ഇത്രയുള്ള ബേസിക്കലി. പി യു മെത്തേഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, വൈൽ കമ്പ്യൂട്ടിംഗ് റേഷ്യോ, വൈൽ കൺസിഡറിംഗ് ദ റേഷ്യോ. സെയിൽസ് വാല്യൂ മെത്തേഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്സും സെല്ലിംഗ് പ്രൈസും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ സെപ്പറബിൾ കോസ്റ്റും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇസ് ഇവിടെ നോക്കിയത് എനിക്കൊരു ഹോക്കിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ടുക്കാരിസ് കമ്പനി പ്രോസസ്സസ് ഡുവോ. ഞാൻ ഇവിടെ ഫ്ലോ ചാർട്ട് വരച്ചേക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ. ഡുവോ ഇൻറ്റു 2 ജോയിന്റ് പ്രൊഡക്ട്സ്, ബിഗ് ആൻഡ് മിനി. അപ്പൊ ഡുവോ ബിഗും മിനിയും ആക്കി മാറ്റി. 1000 ഗാലൻ ഡുവോ ഉണ്ടായിരുന്നത്, 1000 ഗാലൻ ഡുവോ വാങ്ങിയത് 2000 പ്രോസസ്സ് ചെയ്തത് 3000. അപ്പൊ ടോട്ടൽ ജോയിന്റ് കോസ്റ്റ് 5000 ആണ്. 1000 ഗാലൻ ഡുവോ 800 ഗാലൻ ബിഗിലേക്കും 200 ഗാലൻ മിനിയും ആക്കി മാറ്റി. സെല്ലിംഗ് പ്രൈസ് 9 ഉം 4 ഉം റെസ്പെക്റ്റീവ്ലി ആണ്. ബിഗ് ക്യാൻ ബി പ്രോസസ്ഡ് ഫെർദർ ഇൻറ്റു 600 ഗാലൻ ഓഫ് ജയന്റ് ആക്കി മാറ്റി. 600 ഗാലൻ ജയന്റ് ആക്കി മാറ്റി. അഡീഷണൽ പ്രോസസിംഗ് കോസ്റ്റ് അഥവാ സെപ്പറബിൾ കോസ്റ്റ് ഇസ് $1000. ജയന്റ് ക്യാൻ ബി സോൾഡ് ഫോർ 17. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഓഫ് ജയന്റ് 17. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് പി യു മെത്തേഡിലും സെയിൽസ് വാല്യൂ മെത്തേഡിലും എൻ ആർ വി മെത്തേഡിലും ക്വിക്ക് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. പി യു മെത്തേഡിൽ എന്തായിരിക്കും റേഷ്യോ? 8:2 അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. സെയിൽസ് വാല്യൂ മെത്തേഡിൽ എന്തായിരിക്കും റേഷ്യോ? 800 × 9 7,200. അതേപോലെ തന്നെ മിനിയുടെ സെയിൽസ് വാല്യൂ 200 × 4 800. അപ്പൊ 72:8. 72:8. അപ്പൊ നമ്മളിവിടെ 8:2 ജോയിന്റ് കോസ്റ്റിനെ 5000 എന്ന് പറയുന്ന ജോയിന്റ് കോസ്റ്റിനെ ഷെയർ ചെയ്തു, സെപ്പറബിൾ കോസ്റ്റ് ആഡ് ചെയ്തു. മിനിക്ക് സെപ്പറബിൾ കോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യണ്ട. ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ യൂണിറ്റ്സ്, യു വിൽ ഗെറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇവിടെ നമ്മൾ 72:8 എന്ന് പറയുന്ന റേഷ്യോയിൽ ജോയിന്റ് കോസ്റ്റിനെ ഷെയർ ചെയ്തു, സെപ്പറബിൾ കോസ്റ്റ് ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടി, ഡിവൈഡ് ബൈ യൂണിറ്റ്സ്, കോസ്റ്റ് പെർ യൂണിറ്റ്. ഇനി എൻ ആർ വിയുടെ റേഷ്യോ ഒന്ന് ക്വിക്ക്ലി പറയാൻ പറ്റുമല്ല? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജയന്റ് എടാ,
NRV is equal to sales value of final product minus separable cost. അപ്പൊ ജയന്റിന്റെ സെയിൽസ് വാല്യൂ എത്ര? ഐ മീൻ ജയന്റിന്റെ NRV എത്ര? ജയന്റിന്റെ NRV is 600 ഇൻറ്റു 17 മൈനസ് 1000 9200 ആണ്. മിനിയുടെ NRVയോ 200 ഇൻറ്റു 4. എടാ റഹ്മത്ത് സെയിൽസ് വാല്യൂ മെത്തേഡിലെ റേഷ്യോ ആട്ടോ ഇപ്പൊ പറഞ്ഞത് അല്ലേ? NRV അല്ലല്ലോ. NRV ജയന്റിന്റെ മിനിനാട്ടോ എടുക്കണ്ടേ? എടാ മിനിയുടെ NRV തന്നെയല്ലേ മിനിയുടെ സെയിൽസ് വാല്യൂ? അല്ലടാ, മിനിയുടെ NRV തന്നെയാണ് മിനിയുടെ സെയിൽസ് വാല്യൂ. വൈ? ബിക്കോസ് ദർ ഇസ് നോ സെപ്പറബിൾ കോസ്റ്റ്. ഇനി ഒരു കാര്യം പറയട്ടെ, ജയന്റ് ഇല്ല എന്ന് വിചാരിക്കാം, ബിഗും മിനിയും മാത്രമാണെന്ന് വിചാരിക്കാം. NRV മെത്തേഡ് ചെയ്താൽ സെയിൽസ് വാല്യൂ മെത്തേഡ് തന്നെയല്ലേ അത്? അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു സ്ഥലത്തും സെപ്പറബിൾ കോസ്റ്റ് ഇല്ല. നിങ്ങൾ NRV മെത്തേഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. നിങ്ങൾ NRV മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴേ പറ്റത്തുള്ളൂ. അത് ചിലപ്പം ഈ വൺ ലൈൻ ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാം. NRV മെത്തേഡ് ഇസ് ഓൺലി ആപ്ലിക്കബിൾ വെൻ ദ പ്രൊഡക്ട്സ് ആർ ഫെർദർ പ്രോസസ്ഡ്. സെപ്പറബിൾ കോസ്റ്റ് ഇൻകർ ചെയ്താൽ മാത്രമേ NRV ഉള്ളൂ. അല്ലെങ്കിൽ അത് സെയിൽസ് വാല്യൂ മെത്തേഡായി മാറും. അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ 92:8 നമ്മൾ പൊട്ടിച്ചു കൊടുക്കുന്നു. 92:8 നമ്മൾ പൊട്ടിച്ചു കൊടുക്കും. ഇത് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് നാലാമത്തെ മെത്തേഡ് ഒന്ന് നോക്കാം. നാലാമത്തെ മെത്തേഡ് ഞാൻ രണ്ട് രീതിയിൽ പറയും. ആദ്യം ഞാൻ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് മെത്തേഡിൽ പറയും. അതിനുശേഷം ഞാൻ ഷോർട്ട് കട്ട് മെത്തേഡ് പറയും. ഇത് ലൈഫ് ചേഞ്ചിങ് സാധനമാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഇത്രയേ ഉള്ളൂ, ഉത്തരം കിട്ടും. കോൺസ്റ്റന്റ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. പല പിള്ളേർക്കും ഈ കോൺസ്റ്റന്റ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ആണ് കുറച്ച് ബുദ്ധിമുട്ട്. അത് നമ്മൾ ടപ്പേന്ന് വെച്ച് തീർക്കാൻ പോവാ പരിപാടി. കോൺസ്റ്റന്റ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ മെത്തേഡും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഈ നാല് മെത്തേഡിന്റെയും കാൽക്കുലേറ്ററിൽ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞതിന് ശേഷം നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് അടുത്ത മെത്തേഡിലേക്ക് പോവാം. ഐ മീൻ ഓവർ അലോക്കേഷനിലേക്ക് പോവാം. റെഡി? അല്ല, ബൈ പ്രോഡക്റ്റിലേക്ക് പോകണം. ബ്രേക്കിന് ശേഷം ബൈ പ്രോഡക്റ്റിലേക്ക് പോവാം. ഓക്കെ, ഈ മെത്തേഡ് എപ്പോഴാറിയോ കമ്പനി യൂസ് ചെയ്യുക? കമ്പനി വിൽക്കുന്ന ഫൈനൽ പ്രൊഡക്ട്സിന്റെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എല്ലാം സെയിം ആയിരിക്കണമെന്ന് കമ്പനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ കമ്പനി വിൽക്കുന്നത് A+ഉം B അല്ലേ? പുറത്ത് മാർക്കറ്റിൽ വെക്കുന്നത് A+ഉം B ആ. A+ന്റെയും ബിന്റെയും ഗ്രോസ് പ്രോഫിറ്റ് എന്നല്ല കേട്ടോ പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ പെർസെൻറ്റേജ് കോൺസ്റ്റന്റ് സെയിം ആവണമെന്ന് കമ്പനിക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കണ്ട. എങ്ങനെയാണ് നോക്കാം. ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്താണെന്ന് അറിയണേ. എന്താ ഗ്രോസ് പ്രോഫിറ്റ് മാർജിന്? 55. അപ്പോൾ ഇവിടെ ഇത് സെയിൽസ് വാല്യൂ കേട്ടോ. നമ്മൾ നമ്മുടെ കോസ്റ്റിംഗ് പർപ്പസിന് റവന്യൂ എല്ലാം വാല്യൂ ആണ് കേട്ടോ ഉപയോഗിക്കുക. വിച്ച് മീൻസ് പ്രൊഡക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സെയിൽസ് യൂണിറ്റ്സ്. എന്നാലും ഗ്രോസ് പ്രോഫിറ്റ് മാർജിന്റെ ഒരു കോൺസെപ്റ്റ് പറയാം ഞാൻ. ഒബ്വിയസ്ലി പാർട്ട് 2 പഠിച്ചവരിവിടെ ഉണ്ടാവും. സെക്ഷൻ എ റേഷ്യോസിൽ നമുക്കിത് പഠിക്കാനുണ്ട്. നമ്മുടെ റവന്യൂ ജനറേഷൻ 4000 ആണ്, കോസ്റ്റ് 1800 ആണ്, അപ്പോൾ പ്രോഫിറ്റ് 2200 ആണ്. സെയിൽസ് റവന്യൂ മൈനസ് COGS ആണുള്ള ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്ന് വെച്ചാൽ എന്താ അറിയോ? ഇറ്റ് ഈസ് എ റേഷ്യോ. റേഷ്യോ മീൻസ് വാട്ട്? ബിൽഡിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഐറ്റംസ്. ഇവൻ അവന്റെ ഇത്ര ശതമാനമാണ്, അവൻ ഇവന്റെ ഇത്ര ഇരട്ടിയാണെന്നൊക്കെ പറയുന്നതല്ലേ റേഷ്യോ എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഐറ്റംസ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് 200, സെയിൽസ് ഇസ് 4000. അപ്പോൾ 2200 ഡിവൈഡ് ബൈ 4000 55% കിട്ടും. 0.55 എന്നാ കിട്ടാം, ജസ്റ്റ് 55%. എന്താണ് ഇതിന്റെ മീനിങ്? ഇത്രയേ ഉള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് എസ് 55% ഓഫ് സെയിൽസ്. സെയിൽസിന്റെ 55% ലാഭം. ഓക്കെ ആണോ? ഇനി കമ്പനിക്ക് നിർബന്ധമുണ്ട്
നമ്മൾ വിൽക്കുന്ന എല്ലാ പ്രൊഡക്ട്സിന്റെയും മാർജിൻ 55% ആയിരിക്കണം. അങ്ങനെയുള്ള കമ്പനി ഇത് യൂസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എയും ബിയും ആക്കി മാറ്റി 12 യൂണിറ്റ്സും 25 യൂണിറ്റ്സും 5 and 2 സെല്ലിംഗ് പ്രൈസ് ആണ്. 50 ആണ് സെപ്പറബിൾ കോസ്റ്റ്. എ പ്ലസ് ആക്കി മാറ്റി 10 യൂണിറ്റ്സ് ആണ്, $20 ആണ് സെല്ലിംഗ് പ്രൈസ്. നിങ്ങൾ ആദ്യമായിട്ട് ഞാൻ ചോദിക്കുക, ഫൈനൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എ പ്ലസും ബിയും അല്ലേ? നമ്മുടെ ഫൈനൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എ പ്ലസും ബിയുമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എ പ്ലസിന്റെ സെയിൽസ് വാല്യൂയും ബിന്റെ സെയിൽസ് വാല്യൂയും. എ പ്ലസ് വിറ്റാൽ 10 × 20 200 കിട്ടും. ബി വിറ്റാൽ 25 × 2 50 കിട്ടും. മൊത്തം കമ്പനിക്ക് 250 കിട്ടും ഈ പ്രൊഡക്ട്സ് ഒക്കെ വിറ്റാൽ. രണ്ടാമത്തെ എൻ്റെ ചോദ്യം, ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി കമ്പനിയാണ്, വിച്ച് ഇൻക്ലൂഡ്സ് സെപ്പറബിൾ കോസ്റ്റ് ആൻഡ് ജോയിന്റ് കോസ്റ്റ്. ജോയിന്റ് കോസ്റ്റ് 100 ആണ്, സെപ്പറബിൾ കോസ്റ്റ് 50 ആണ്. 100 + 50 150 ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി കമ്പനി. ഇപ്പൊ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമല്ലോ. 100 ആയിരിക്കും ഇതൊക്കെ വിറ്റാൽ കിട്ടുന്ന പ്രോഫിറ്റ്, 100. ഇനി അടുത്ത നമ്മൾ കാണേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. ഓവറോൾ ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. 100 പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 250 സെയിൽസ്, 40%. ഈ 40% കണ്ടെത്തിയോട് കൂടിയിട്ട് കമ്പനി ഉറപ്പിച്ചു, നമ്മൾ വിൽക്കുന്ന എ പ്ലസിന്റെയും നമ്മൾ വിൽക്കുന്ന ബിന്റെയും പ്രോഫിറ്റ് മാർജിൻ ഷുഡ് ബി കോൺസ്റ്റന്റ്, വിച്ച് ഇസ് 40%. അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് വരുന്നു. ഞാനിത് ഷോർട്ട് കട്ട് പിന്നീട് പറയൂ കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് വരും. രണ്ടിന്റെയും സെയിൽസ് വാല്യൂ ഒന്നും കൂടി എഴുതി വെച്ചു ഞാൻ. എ പ്ലസിൽ നിന്നും 200 കിട്ടും, ബി നിന്നും 50 കിട്ടും. എന്നിട്ട് അതിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തി. നമുക്കറിയാലോ ഈ 40%ന്റെ മീനിങ് നമുക്കറിയാലോ. നിങ്ങളൊക്കെ റിവൈസ് ചെയ്യുന്ന കുട്ടികളല്ലേ. സെയിൽസിന്റെ 40% ആയിരിക്കൂലേ പ്രോഫിറ്റ്? അതല്ല അതിന്റെ മീനിങ്. അപ്പൊ ഞാൻ സെയിൽസ് 200 എടുത്തു, അതിന്റെ 40% പ്രോഫിറ്റ് ആക്കി എടുത്തു. ഇവിടെയും സെയിൽസ് എന്ന് പറയുന്ന 50ന്റെ 40% ആയിരിക്കണം, പ്രോഫിറ്റ് 20. എന്നിട്ട് ഞാൻ ചെയ്തു, എടാ സെയിൽസിൽ നിന്നും കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ സെയിൽസിൽ നിന്നും പ്രോഫിറ്റ് കുറച്ചാൽ കോസ്റ്റ് കിട്ടുമല്ലോ. അപ്പൊ ഞാൻ സെയിൽസിൽ നിന്നും പ്രോഫിറ്റ് കുറച്ചിട്ട് കോസ്റ്റിലേക്ക് എത്തി. ടോട്ടൽ കോസ്റ്റ് കിട്ടി. 120യും 30യും ആണ് ടോട്ടൽ കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റും സെപ്പറബിൾ കോസ്റ്റും ചേർന്നതാണ് അല്ലേ? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് പ്ലസ് സെപ്പറബിൾ കോസ്റ്റ്. ഈ പ്ലസ് സെപ്പറബിൾ കോസ്റ്റ് ഇങ്ങോട്ട് പോയാൽ മൈനസ് സെപ്പറബിൾ കോസ്റ്റ് ആവില്ലേ? അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എങ്ങനെയായിരിക്കും ഉണ്ടാവാൻ? ടോട്ടൽ കോസ്റ്റ് മൈനസ് സെപ്പറബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ്. അപ്പോൾ ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് മൈനസ് ചെയ്യണം? ഈ കിട്ടിയ ടോട്ടൽ കോസ്റ്റിൽ നിന്നും സെപ്പറബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ്. 70 and 30. അപ്പോൾ ഓക്കെ, നമ്മുടെ 100 എന്ന് പറയുന്ന ജോയിന്റ് കോസ്റ്റ് ഷെയർ ചെയ്യേണ്ടത് 70-30 ആയിട്ടാണെന്ന് മനസ്സിലായോ? അങ്ങനെ 70-30 ആയിട്ട് ഷെയർ ചെയ്താൽ എന്താ ഗുണം? എന്താ ഗുണം? എന്താ ഗുണം? രണ്ട് ഫൈനൽ പ്രൊഡക്ട്സിന്റെയും പ്രോഫിറ്റ് മാർജിൻ 40% എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി സാറെ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാ കിട്ടുക? നമ്മൾ ഓൾറെഡി ഇവിടെ ടോട്ടൽ കോസ്റ്റ് കണ്ടല്ലോ. ടോട്ടൽ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ബൈ യൂണിറ്റ്സ് അടിച്ചാൽ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുമല്ലോ. 12 and 1 point. Is that clear, guys? Tell me yes or no in the chat box. Can I move on to shortcut? ഈ കോൺസെപ്റ്റ് അറിഞ്ഞാലേ ഷോർട്ട് കട്ട് മനസ്സിലാവത്തുള്ളൂ. ഷോർട്ട് കട്ടിലോട്ട് പോട്ടെ. എല്ലാവരും കാൽക്കുലേറ്റർ എടുത്തേ. എല്ലാവരും കാൽക്കുലേറ്റർ എടുത്തേ. നിങ്ങൾക്ക് എല്ലാവർക്കും കാൽക്കുലേറ്ററിലെ മെമ്മറി ട്രിക്ക് അറിയാവോ? ടെൽ മി യെസ് ഓർ നോ. M+, M-, MRC ഇതെല്ലാം അറിയില്ലേ? ഇതറിയില്ലെങ്കിൽ അടിനോ കിട്ടും. അപ്പൊ അത് ഉപയോഗിച്ച് നമ്മൾ നാക്ക് ചെയ്യാൻ പോണേ. എല്ലാവരും ഒന്ന് മെമ്മറി ക്ലിയർ ചെയ്ത് ആദ്യം. M+, എം സോറി MRC, MRC ഓൾ ക്ലിയർ. മെമ്മറി ക്ലിയർ ചെയ്താ? ലെറ്റ് സ്റ്റാർട്ട്.
ആദ്യം നിങ്ങൾ സെയിൽസ് വാല്യൂ മെമ്മറി കയറ്റാൻ പോകണേ. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യണേ. സെയിൽസ് വാല്യൂ മെമ്മറി കയറ്റാൻ പോകും. എങ്ങനെയാ സെയിൽസ് വാല്യൂ മെമ്മറി കയറ്റാ? എന്താ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന കാൽക്കുലേറ്റർ അടിക്കണേ. 10 × 20 m+. അടുത്തത് 25 × 2m+. അവിടെ നിൽക്കട്ടെ. ഇപ്പൊ മെമ്മറിയിൽ ആരുണ്ട്? സെയിൽസ് വാല്യൂ മെമ്മറിയിലുണ്ട്. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 250 മെമ്മറിയിലുണ്ട്. അവിടെ കിടക്കട്ടെ മെമ്മറിയിൽ. ഇനി കമ്പ്യൂട്ട് ടോട്ടൽ കോസ്റ്റ്. ഞാൻ പറയുന്നത് ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ തോന്നിയ പോലെ ഒന്ന് ടൈപ്പ് ചെയ്ത്. ടൈപ്പ് 100, വിച്ച് ഇസ് ആർ ജോയിന്റ് കോസ്റ്റ്, പ്ലസ് 50 ഡിവൈഡഡ് ബൈ നിൽക്ക് നിൽക്കോ. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ 150 എന്ന് പറയുന്ന ടോട്ടൽ കോസ്റ്റ് അല്ലേ കാണുന്നത്? ആണോ? 150 എന്ന് പറയുന്ന ടോട്ടൽ കോസ്റ്റാണ് കാണുന്നത്. എടാ, പ്രോഫിറ്റ് 40% ആണെങ്കിൽ കോസ്റ്റ് എത്ര പെർസെൻറ്റേജാ? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് പറ. പ്രോഫിറ്റ് 40% ആണെങ്കിൽ കോസ്റ്റ് എത്ര പെർസെൻറ്റേജാ? റിമൈനിങ് 60% അല്ലേ? പ്രോഫിറ്റ് കോൺസ്റ്റന്റ് ആക്കുന്നു എന്ന് പറയുമ്പം കോസ്റ്റ് പെർസെൻറ്റേജ് കോൺസ്റ്റന്റ് ആക്കിയാൽ പോരെ? ഷോർട്ട് കട്ട്, ഷോർട്ട് കട്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കോൺസ്റ്റന്റ് ആക്കുന്നു എന്ന് പറയുമ്പോൾ കോസ്റ്റ് പെർസെൻറ്റേജ് കോൺസ്റ്റന്റ് ആക്കിയാൽ പോരെ? അപ്പൊ എന്റെ ഉദ്ദേശം പ്രോഫിറ്റ് മാർജിൻ കാണലല്ല, കോസ്റ്റ് പെർസെൻറ്റേജ് കാണല. കോസ്റ്റ് പെർസെൻറ്റേജ് എങ്ങനെ കാണും? കോസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എങ്ങനെ കാണും? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ സെയിൽസ് വാല്യൂ. അപ്പൊ ടോട്ടൽ കോസ്റ്റ് ഓൾറെഡി ന്യൂമറേറ്ററിൽ ഉണ്ട്. ഞാൻ ഡിവൈഡ് ബൈ നെക്കി. എന്റെ എന്റെ സെയിൽസ് വാല്യൂ എന്ന് പറയുന്ന 250 മെമ്മറിയിലുണ്ട്. അവനെ പിടിച്ച് റീകോൾ ചെയ്യാൻ പോവാണേ. MRC ഇൻറ്റു എത്രയാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്? 0.6 എന്നല്ലേ കാണുന്നത്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കോസ്റ്റ് പെർസെന്റ്. കിട്ടിയോ? കോസ്റ്റ് പെർസെന്റേജ് കിട്ടില്ലേ? അതായത് 150 ഡിവൈഡ് ബൈ നേരത്തെ മെമ്മറി കയറിയത്. അങ്ങനെ ചെയ്യാട്ടോ. ആവശ്യമുള്ളപ്പോൾ നമുക്ക് മെമ്മറി റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ഡിവൈഡ് ബൈ ആയതിനു ശേഷം ഡിനോമിനേറ്റർ സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് റീകോൾ അപ്പോൾ ചെയ്തു. ഡിവൈഡ് ബൈ MRC ഇൻറ്റു ഞാൻ എന്താ ചെയ്തത്? ഇത് ചെയ്യട്ടെ. ഈ 60%-ന്റെ മീനിങ് എന്താ? ഞാൻ 0.6. വാട്ട് ഇസ് 60%? വാട്ട് ഇസ് 0.6? കോസ്റ്റ് ഇസ് 60% ഓഫ് സെയിൽസ് എന്നല്ലേ? കോസ്റ്റ് ഇസ് 60% ഓഫ് സെയിൽസ്. ഇനി ഇതിന്റെ പെർ യൂണിറ്റ് മീനിങ് ഞാൻ പറയട്ടെ. 60%-ന്റെ പെർ യൂണിറ്റ് മീനിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് 60% ഓഫ് fill in the blanks dash. കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് 60% ഓഫ് per unit. Per unit. Cost per unit is 60% of total cost is 60% of total sales. I'm asking about cost per unit in the meaning. Cost per unit is 60% of sales price. Very good. Sales per unit. Sales per unit എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് അല്ലേ? അല്ലടാ. അപ്പൊ ഈ 60%-ന്റെ മീനിങ് ആരോ? സെല്ലിംഗ് പ്രൈസിന്റെ 60%-ആയിരിക്കും കോസ്റ്റ്. സെല്ലിംഗ് പ്രൈസ് 20 അല്ലേ? 20 ഈസ് ഇക്വൽ ടു അടിച്ചേ എത്രയായിട്ടെന്ന്? 20 ഈസ് ഇക്വൽ ടു അടിച്ചേ എത്രയായിട്ടെന്ന്? ഈ 12 കിട്ടിയില്ലേ? കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടിയില്ലേ? ബും ബും. അതേപോലെ 2 ഈസ് ഇക്വൽ ടു അടിച്ചേ. 2 ഈസ് ഇക്വൽ ടു ബാക്കിയൊക്കെ കോമൺ ആക്കി നമ്മൾ 20. അപ്പോൾ 60% 28 മൾട്ടിപ്ലൈ ചെയ്ത് 12 കിട്ടി. ഇതേ 60% കാൽക്കുലേറ്റർ കോമൺ ആക്കിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് നമുക്ക് 1.2 കിട്ടി. രണ്ടിന്റെ ഉത്തരം കിട്ടിയില്ലേ? ടപ്പേ. ഹൗസ് ഇറ്റ്? സെയിൽസ് വാല്യൂ മെമ്മറിയിൽ കയറ്റുന്നു, എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തിട്ട് ഡിവൈഡ് ബൈ മെമ്മറി റീകോൾ ചെയ്യുന്നു, ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടി. ടടാ, സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഈ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യുന്നു. ഇവിടെ നമ്മൾ വിൽക്കുന്നത്, ഞാൻ വേണമെങ്കിൽ ആ ഡുവോന്റെ സാധനം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. 'ഫ്ലോ ചാർട്ട്'.
നമ്മളിവിടെ വെക്കുന്നത് ജയന്റും മിനിയും ആണ്. അപ്പൊ ജയന്റിന്റെ സെയിൽസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് സിക്സ് എടാ കാൽക്കുലേറ്റർ എടുത്തേ ഒന്നും കൂടി നമുക്ക് ഈ ഒരു ക്വസ്റ്റ് ചെയ്ത് നോക്കാം. മെമ്മറി ക്ലിയർ, മെമ്മറി ക്ലിയർ ചെയ്തേ. ഇതൊന്നും നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാം. മെമ്മറി ക്ലിയർ ചെയ്താ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. 600 into 17 m plus 200 into 4 m plus. മെമ്മറിയിൽ സെയിൽസ് വാല്യൂ കയറി. ഇനി ജോയിൻ കോസ്റ്റ് എടുത്തു. 5000 പ്ലസ് 1000 ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഡിവൈഡ് ബൈ MRC ഇൻറ്റു അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോസ്റ്റ് പെർസെൻറ്റേജ് കിട്ടും. ഇത് കിട്ടും എടാ. സെല്ലിംഗ് പ്രൈസ് 17 ഇത് കിട്ടിയോ? 9.272727 കിട്ടിയോ? 4 2.181818 കിട്ടിയില്ലേ? ടൈം സേവിങ് അല്ലേ ഈ കാൽക്കുലേറ്ററിനാക്ക്? ഓക്കെ, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ഒരു ഷോർട്ട് 10 minutes ബ്രേക്ക് എടുക്കാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ടേ. ഇപ്പൊ റെക്കോർഡിങ്സ് കാണുന്നവർ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ വായിക്കാം. എന്നിട്ട് ഞാൻ വരച്ച ഫ്ലോ ചാർട്ട് കറക്റ്റ് അല്ലേ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്താം. അതിനുശേഷം നമുക്ക് MCQല് സ്പെസിഫിക് ആയിരിക്കും ചോദ്യം. ഇപ്പം ഗാമയുടെ ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് എത്ര, ഡെൽറ്റയുടെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര, അങ്ങനെ സ്പെസിഫിക് ആയിരിക്കും ചോദ്യം. ടോട്ടൽ കോസ്റ്റ് ഓഫ് ബീറ്റ എത്ര. അപ്പോൾ ഓരോന്നിന്റെയും സ്പെസിഫിക് ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ചോദ്യം എങ്ങനെ ഡീൽ ചെയ്യും കാൽക്കുലേറ്ററിൽ വിത്തിൻ സെക്കൻഡ്സ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാൽക്കുലേറ്റർ ട്രിക്ക് റെഡി. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാൽക്കുലേറ്ററിൽ നിൽക്കണം, ടൈപ്പ് ചെയ്യണം. ഇതിന്റെ ഉത്തരം എത്രയാണെന്നുള്ളത് ചാറ്റ് ബോക്സിൽ പറയണേ. നോക്കാം. ആദ്യമായി കാണേണ്ടത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ആൽഫ. ആൽഫയുടെ ടോട്ടൽ കോസ്റ്റ് അണ്ടർ PU മെത്തേഡ്. PU മെത്തേഡ് ആകുമ്പോൾ വളരെ സിമ്പിൾ ആണ്. 9:3 ആണ് റേഷ്യോ അല്ലേ? അപ്പോൾ 7000 ടൈപ്പ് ചെയ്യണേ. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യണം. 7000 ഡിവൈഡ് ബൈ 9:3 എന്ന് പറയുമ്പോൾ 12 അല്ലേ? ഡിവൈഡ് ബൈ 12 ഇൻറ്റു 9 ഇസ് ഈക്വൽ ടു എത്രയായിട്ടുന്നത്? ആൻസർ ഇസ് 5250. സാർ ഈ 1200 ആഡ് ചെയ്യണ്ടേ? വേണ്ട, അത് ഗാമ ഉണ്ടാക്കാനുള്ള കോസ്റ്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൽഫയുടെ കോസ്റ്റ് മാത്രമാണ്. ആൽഫയുടെ കോസ്റ്റ് എന്ന് പറയുമ്പം ജോയിന്റ് കോസ്റ്റിന്റെ ഷെയർ മാത്രമേ വരത്തുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? ടഫാക്കി കൊണ്ടിട്ടെ, ക്വസ്റ്റ്യൻ ടഫാക്കി കൊണ്ടിട്ടെ. MCQ ഇങ്ങനെയാണോ ചെയ്യാം? രണ്ടാമത്തത് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഡെൽറ്റ. ഡെൽറ്റയുടെ കോസ്റ്റ് പെർ യൂണിറ്റ് ആ ചോദ്യം. ഡെൽറ്റയുടെ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ചോദ്യം. ഏതാ മെത്തേഡ്? സെയിൽസ് വാല്യൂ മെത്തേഡാണ്. സെയിൽസ് വാല്യൂ മെത്തേഡ് ഞാൻ ചെയ്ത് നോക്കിയേ, ഭയങ്കര രസമാണ്. മെമ്മറി ക്ലിയർ ചെയ്തേ എവരിബഡി, മെമ്മറി ക്ലിയർ ചെയ്തേ. ചെയ്താ? ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ ആദ്യം ആൽഫയുടെ സെയിൽസ് വാല്യൂ മെമ്മറി കയറ്റുന്നു. 900 ഇൻറ്റു 10 m പ്ലസ്. അതിനുശേഷം ബീറ്റയുടെ സെയിൽസ് വാല്യൂ മെമ്മറി കയറ്റുന്നു. 300 ഇൻറ്റു 5 m പ്ലസ്. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്, കാൽക്കുലേറ്ററിൽ സ്ക്രീനിൽ കാണുന്നത് ബീറ്റയുടെ സെയിൽസ് വാല്യൂ അല്ലേ? ആണോ? അതെ, ബീറ്റയുടെ സെയിൽസ് വാല്യൂ കിട്ടി. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് ബീറ്റയുടെ സെയിൽസ് വാല്യൂ. അതിനെ ഞാൻ ഡിവൈഡ് ബൈ ദ ഹോൾ സെയിൽസ് വാല്യൂ ചെയ്യുന്നു. MRC ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ ആ പ്രപ്പോർഷൻ കിട്ടി. ബീറ്റയുടെ സെയിൽസ് വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ സെയിൽസ് വാല്യൂ എന്ന് കിട്ടി. മനസ്സിലായ? ഇൻറ്റു 7000 എന്ന് ഞാൻ ചെയ്യുന്നു. പ്ലസ്
ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് എന്താ അറിയാം? ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് ടു ബീറ്റ. മനസ്സിലായി ഞാൻ ചെയ്ത് നാക്ക്? ആദ്യം ആൽഫയുടെ സെയിൽസ് വാല്യൂ മെമ്മറി കയറ്റി, ബീറ്റയുടെ സെയിൽസ് വാല്യൂ മെമ്മറി കയറ്റി, എന്നിട്ട് ബീറ്റയുടെ സെയിൽസ് വാല്യൂ സ്ക്രീനിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഡിവൈഡ് ബൈ ടോട്ടൽ സെയിൽസ് വാല്യൂ ചെയ്തു. അപ്പൊ എനിക്ക് ആ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ ഉത്തരം കിട്ടി. ഈ ഫ്രാക്ഷന്റെ ഉത്തരം ഞാൻ 7,000-മായി മൾട്ടി 7,000 ഇൻറ്റു ഫ്രാക്ഷൻ ചെയ്യുന്ന പോലെ തന്നെ ഫ്രാക്ഷൻ ഇൻറ്റു 7,000 ചെയ്യാലോ. അപ്പൊ ഞാൻ ഫ്രാക്ഷൻ കണ്ടെത്തിയിട്ട് 7,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് പ്ലസ് ഡെൽറ്റയുടെ കോസ്റ്റ് കാണുന്ന സമയത്ത് 800 കൂടി വേണം അല്ലെ? ഈ 800 വേണ്ടേ? 800 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് 250 ഇസ് ഈക്വൽ ടു, വിൽ ഗെറ്റ് ദി ആൻസർ ഹൗ മച്ച്? നിമിഷ നേരം കൊണ്ട് കിട്ടിടാ ഉത്തരം പറ. നിമിഷ നേരം കൊണ്ട് ഉത്തരം കിട്ടി, വിത്തൗട്ട് റൈറ്റിംഗ് എനിത്തിങ്. 7.19. ഹൗ ഇസ് ഇറ്റ്? ഹൗ ഇസ് ഇറ്റ്? ഹൗ ഇസ് ഇറ്റ്? ഇവൻ എൻ ആർ വി നമ്മൾ ഈ ഒരു സൈസിൽ എടുക്കും. നോക്കണേ. അതെ, സെയിൽസ് വാല്യൂ മെത്തേഡിന്റെ ഫുൾ നെയിം തന്നെ അക്ഷയെ സെയിൽസ് വാല്യൂ അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് മെത്തേഡ് എന്നാ. ഓക്കെ, അടുത്ത എൻ ആർ വി മെത്തേഡ് ആണ്. ചോദ്യം, ഗാമയിലേക്ക് പോയ ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് എത്രയാണ്? ഗാമയിലേക്ക് പോയ ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ ആൽഫയിലേക്ക് പോയ ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് തന്നെയല്ലേ? എങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം? എൻ ആർ വി മെത്തേഡ് ആണ്. പ്രപ്പോർഷൻ കാണണം. ഞാൻ ആദ്യം ഡെൽറ്റയുടെ എൻ ആർ വി മെമ്മറി കയറ്റും, ഗാമയുടെ എൻ ആർ വി മെമ്മറി കയറ്റും, എന്നിട്ട് ഗാമയുടെ എൻ ആർ വി ഡിവൈഡ് ബൈ ടോട്ടൽ എൻ ആർ വി ചെയ്യും. എന്നിട്ട് ഞാൻ 7,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ്സ് മൈ ട്രിക്ക്. ഓക്കെ, അപ്പൊ മെമ്മറി ക്ലിയർ ചെയ്ത് ലെറ്റ് സ്റ്റാർട്ട്. മെമ്മറി ക്ലിയർ ചെയ്തു. എന്നിട്ട് നമ്മൾ ആദ്യം ഇവിടെ എൻ ആർ വി എന്ന് പറയുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റിന്റെ ആണ് എടുക്കേണ്ടത്. അതെ, ഡിവൈഡ് ചെയ്യുമ്പോഴൊക്കെ ഫൈനൽ യൂണിറ്റ്സ് എന്നാ ചെയ്യാം. അതിൽ നമ്മുടെ 250 ചെയ്ത് അഹമ്മദ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റയുടെ എൻ ആർ വി കമ്പ്യൂട്ട് ചെയ്യുന്നു. സെയിൽസ് വാല്യൂ ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ് 250 ടൈപ്പ് ചെയ്യണേ, ഇൻ ടു 14 മൈനസ് 800 എം പ്ലസ്. ഇപ്പൊ ഡെൽറ്റയുടെ എൻ ആർ വി മെമ്മറി കയറി. ഇനി ഗാമയുടെ എൻ ആർ വി 700 ഇൻറ്റു 18 മൈനസ് 1,200 എം പ്ലസ്. ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ ഗാമയുടെ എൻ ആർ വി ആണ് കാണുന്നത്. ഇവിടെ ഗാമയുടെ ജോയിന്റ് കോസ്റ്റിന്റെ ഷെയറാ ചോദിച്ചേ. ഈ ഗാമയുടെ സ്ക്രീനിൽ കാണുന്ന എൻ ആർ വിയുമായിട്ട് ഡിവൈഡ് ചെയ്യണം നമ്മുടെ ടോട്ടൽ എൻ ആർ വി, മെമ്മറിയിലുള്ള ടോട്ടൽ എൻ ആർ വി. അപ്പോൾ എം ആർ സി ഇൻറ്റു അപ്പോൾ ഫ്രാക്ഷന്റെ വാല്യൂ കിട്ടി. എന്നിട്ട് നമ്മൾ ജോയിന്റ് കോസ്റ്റുമായി മൾട്ടിപ്ലൈ ചെയ്തു. 7,000 ഇസ് ഈക്വൽ ടു എത്ര ഉത്തരം കിട്ടുന്നത്? ഒന്ന് പറഞ്ഞേ. 5. രണ്ടുത്തരം? രണ്ടുത്തരം പറയടാ, ഏതെങ്കിലും ഒരു ഉത്തരല്ലേ ശരിയാവുള്ളൂ. ആ, ഓക്കെ ഓക്കെ. 5,660 അപ്രോക്സിമേറ്റ്ലി അല്ലേ? എങ്ങനെയുണ്ടാ ട്രിക്ക്? സൂപ്പർ അല്ലേ? അടുത്തെന്താ? ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗാമ അണ്ടർ പി യു മെത്തേഡ് ഡിവൈഡ് ബൈ എം ആർ സി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻറ്റു 7,000 എന്ന് ചെയ്ത് ഈ കാണുന്ന ജോയിന്റ് കോസ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അക്ഷയെ 10.2 ആ. എടാ, ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റാ ചോദിച്ചേ. നിങ്ങൾ എല്ലാത്തിനും കോസ്റ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ട് ചെയ്തത്. പലതും ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും. ഇവിടെ ഈ 1,200 പോലും ആഡ് ചെയ്യണ്ട, കാരണം ജോയിന്റ് കോസ്റ്റിന്റെ ഷെയർ മാത്രമേ ചോദിച്ചേ. ഗോട്ട് ഇറ്റ് റഹ്മത്ത്? എടാ, അതായത് രമണ, ഇപ്പൊ ഇത് 10.2 ആണോ? പിന്നെ ആരാ എന്നോട് 7.1 എന്ന് പറഞ്ഞേ? തെറ്റിക്കലടാ. ഞാൻ വിശ്വസിക്കാണ് 10.2 ആണെന്ന്. 7.19 തന്നെയാണല്ലോ. ആ, ഇതാ വേറൊരാള് 7.19 ആണെന്ന് പറയുന്നത്.
റഹ്മത്ത് ഒന്നുകൂടി അടിച്ചു നോക്കിയേ മെമ്മറി ക്ലിയർ ചെയ്തിട്ട്. അടുത്തത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗാമ അണ്ടർ പി യു മെത്തേഡ്. അയ്യേ, പി യു മെത്തേഡ് സിമ്പിൾ. ഗാമയുടെ ടോട്ടൽ കോസ്റ്റ് ചോദിച്ചാൽ പി യു മെത്തേഡിൽ ചെയ്യാം നമുക്ക്. മെമ്മറി ഒന്നും വേണ്ട. 7,000 ഇൻറ്റു 9/12. 9/12, 9:3 അല്ലേ, പ്ലസ് 1/200. ഈ 1/200 is equal to, you will get the answer. എത്രയാ പറ? 6450 അല്ലേ? ഓക്കെ. അടുത്തത് ഡെൽറ്റയുടെ കോസ്റ്റ് പെർ യൂണിറ്റ് അണ്ടർ എൻ ആർ വി. മെമ്മറി ക്ലിയർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാട്ടോ. മെമ്മറി ക്ലിയർ ചെയ്തേ. അല്ല, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ, എന്നാലും ഒന്നുകൂടി പറയാം. എൻ ആർ വി ഓൾറെഡി ചെയ്തല്ലേ, വെറുതെ സമയം കളയണ്ടല്ലേ. ഇത് രണ്ടും ചെയ്യണ്ട, നമ്മൾ ഓൾറെഡി ചെയ്തല്ലേ. ആണെങ്കിൽ സെയിൽസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഡെൽറ്റയുടെ എൻ ആർ വി മെത്തേഡ് ആണ്. അപ്പോൾ 700 ഗാമയുടെ എൻ ആർ വി കാണണം, ഇൻറ്റു 18 -1 200 m+. അടുത്ത ഡെൽറ്റയുടെ എൻ ആർ വി 250 ഇൻറ്റു 14 -800 m+. ഇപ്പൊ ഡെൽറ്റയുടെ എൻ ആർ വി സ്ക്രീനിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ബൈ ടോട്ടൽ എൻ ആർ വി ഡിനോമിനേറ്ററിൽ വരാൻ വേണ്ടിയിട്ട് MRC ഇൻറ്റു 7,000 പ്ലസ് ഡെൽറ്റയുടെ ടോട്ടൽ കോസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 800 കൂടി പ്ലസ് ചെയ്യണം, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് 250 ഈസ് ഈക്വൽ ടു, വിൽ ഗെറ്റ് ദി ആൻസർ. എത്രയാടാ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കും. 1340 അത്ര ഒന്നും ഉണ്ടാവില്ലടാ. പെർ യൂണിറ്റ്. എത്രയാ? 1340 തന്നെ. അല്ല, ഓരോരുത്തരും പറഞ്ഞാൽ എങ്ങനെയാ? 700 ഇൻറ്റു 18 -1 200 m+, കിട്ടി. 250 ഇൻറ്റു 14 -800 m+, കിട്ടി. എന്നിട്ട് ഈ ഡെൽറ്റയുടെ എൻ ആർ വി ഡിവൈഡ് ബൈ ടോട്ടൽ എൻ ആർ വി കിട്ടാൻ വേണ്ടി ഡിവൈഡ് ബൈ MRC അടിച്ചു. എന്നിട്ട് ഇൻറ്റു 7,000 അടിച്ചപ്പോൾ ഷെയർ ഓഫ് ജോൺ കോസ്റ്റ് കിട്ടി. പ്ലസ് 800 അടിച്ചപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഡിവൈഡ് ബൈ 250 അടിക്കുമ്പോൾ പെർ യൂണിറ്റ് കിട്ടും. എന്തുകൊണ്ടാണ് തെറ്റുന്നത്? മിക്കവാറും എന്തുകൊണ്ടാണ് തെറ്റുന്നത്? നിങ്ങൾ മെമ്മറി ക്ലിയർ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന അടിച്ച ഉത്തരം കിട്ടട്ടെ. 8.56 ശരിയാണെന്ന് വിശ്വസിക്കുന്നു. മോസ്റ്റ് പോപ്പുലർ ഉത്തരം അതാണ്. ഇനി ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗാമ അണ്ടർ എസ് വി മെത്തേഡ്. ഗാമയുടെ ടോട്ടൽ കോസ്റ്റ് എസ് വി മെത്തേഡ് ആണ്. എസ് വി എന്ന് പറയുമ്പോൾ ഇന്റർമീഡിയറ്റ് ആണ്. അപ്പൊ ഗാമ ചോദിച്ചുകൊണ്ട് ഞാൻ ആദ്യം ബീറ്റയുടെ എസ് വി ആണ് കാണുക, കാരണം എനിക്ക് ന്യൂമറേറ്ററിൽ ആൽഫയുടെ എസ് വി ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ബീറ്റയുടെ എസ് വി കാണുന്നു. മെമ്മറി ക്ലിയർ ചെയ്തിട്ട് കൂടണേ. MRC ഓൾ ക്ലിയർ. ഓക്കെ, സ്റ്റാർട്ട്. 300 ഇൻറ്റു 5 m+, 900 ഇൻറ്റു 10 m+, ഡിവൈഡ് ബൈ MRC ഇൻറ്റു 7,000 പ്ലസ് 1,200 is equal to, you'll get the total cost. എത്രയാ? റഹ്മത്ത് 7,200 എന്ന് പറയുന്നത്, വസീർ 6,450 എന്ന് പറയുന്നത്. ഇത് നാടാ. ഏതാണ് ശരി? ബാക്കിയുള്ളവരും കൂടി പറയാം, എന്നാലും എനിക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പോപ്പുലർ 7,200. അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നത്. റെക്കോർഡിങ്സ് കാണുന്നവർ ടൈപ്പ് ചെയ്ത് നോക്കണേ കാൽക്കുലേറ്ററിൽ. ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഡെൽറ്റ ആൻഡ് ഗാമ അണ്ടർ CGPM. ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷി പോലെ ഞാൻ കമ്പ്യൂട്ട് ചെയ്യാം. മെമ്മറി ക്ലിയർ ചെയ്തേ. മെമ്മറി ക്ലിയർ ചെയ്തേ. ലെറ്റ് സ്റ്റാർട്ട്. ഒരു വെടിക്ക് രണ്ട് പക്ഷി പോലെ ഇത് ക്ലിയർ ചെയ്യാൻ പോണേ. ആദ്യം സെയിൽസ് വാല്യൂ മെമ്മറി കയറ്റാൻ പോവാ. ഫൈനലിലാണ്. തേർഡ് മെത്തേഡും ഫോർത്ത് മെത്തേഡും ഫൈനലിലാണ്. മെമ്മറി ക്ലിയർ ചെയ്തിട്ട് 700 ഇൻറ്റു 18 m+. അടുത്തത് ഡെൽറ്റ 250 ഇൻറ്റു 14 m+.
ഇനി ടോട്ടൽ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. 7,000 പ്ലസ് 1,200 പ്ലസ് 800 ഡിവൈഡഡ് ബൈ, ഇപ്പൊ ടോട്ടൽ കോസ്റ്റ് ആ സ്ക്രീനിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു 9,000 അല്ലേ ടോട്ടൽ കോസ്റ്റ്, അത് സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് മെമ്മറിയിലുള്ള സെയിൽസ് വാല്യൂ ഈ കോസ്റ്റിന്റെ താഴെ കൊണ്ടു നോക്കണം. കോസ്റ്റ് ഡിവൈഡ് ബൈ സെയിൽസ് വാല്യൂ, അതാണ് എൻ്റെ ഉദ്ദേശം. കോസ്റ്റ് പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് MRC ഇൻറ്റു കോസ്റ്റ് പെർസെൻറ്റേജ് കിട്ടിയോ? എത്രയാടാ കോസ്റ്റ് പെർസെൻറ്റേജ് കിട്ടുന്നത്? ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. കോസ്റ്റ് പെർസെൻറ്റേജ് എത്ര കിട്ടുന്നത്? ഇൻറ്റു അടിച്ചപ്പോൾ കോസ്റ്റ് പെർസെൻറ്റേജ് ആ സ്ക്രീനിൽ വരുന്നത്. ഡെസിമൽ അടിച്ചാലും മതി. 0.55 അപ്രോക്സിമേറ്റ്ലി അല്ലേ? ഇത് സെല്ലിംഗ് പ്രൈസുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഏതൊക്കെ? ഡെൽറ്റൻ്റെത് 14 ഇസ് ഈക്വൽ ടു എത്ര ഉത്തരം കിട്ടുന്നത്? 7.8. ഓക്കെ, 7.8. അതേ വൈക്ക് തന്നെ 18 ഇസ് ഈക്വൽ ടു അടിച്ചാൽ രണ്ടാമത്തെ ഉത്തരം കിട്ടും. ഗാമയുടെ കിട്ടും. എത്രയാ? അപ്പൊ രണ്ട് ഉത്തരം ഒരൊറ്റ വെടിക്ക് രണ്ട് പക്ഷി. എത്രയാടാ? 10.06. ഓക്കെ, എവറിത്തിങ് ഇസ് ഓക്കെ റൈറ്റ്? ഇപ്പൊ കൈവെള്ളയിൽ വന്നില്ലേ നിങ്ങളെ കാൽക്കുലേറ്ററിൽ? നാല് മെത്തേഡിന്റെ എന്ത് ചോദിച്ചാലും ആൻഡ് വി മൂവ് ഓൺ. ഇനി ഞാൻ നേരത്തെ ഇഗ്നോർ ചെയ്ത് ബൈ പ്രൊഡക്റ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. നേരത്തെ ഇഗ്നോർ ചെയ്ത് ബൈ പ്രൊഡക്റ്റിനെ നമ്മൾ കോൺസെപ്റ്റിലോട്ട് തിരിച്ചു കൊണ്ടുവരും. റെഡി? ബൈ പ്രൊഡക്റ്റ് രണ്ട് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒന്ന് സെയിൽസ് മെത്തേഡും ഒന്ന് പ്രൊഡക്ഷൻ മെത്തേഡും. സെയിൽസ് മെത്തേഡ് യൂഷ്വലി ക്വസ്റ്റ്യനിൽ കാണാം നോട്ട് ഇൻവെന്ററീഡ്, നോട്ട് അക്കൗണ്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ടാ. അത് കേൾക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യണം ബൈ പ്രൊഡക്ട്സിനെ ഇഗ്നോർ ചെയ്യുന്നു എന്ന്. അതായത് ഇൻവെന്ററി ആയിട്ട് പോലും കണക്കാക്കുന്നില്ല എന്ന്. ഇൻവെന്ററി ആയിട്ട് കണക്കാക്കാത്ത ഒരു യൂണിറ്റ്സിലോട്ട് കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യണ്ടല്ലോ. അത് ഉണ്ടാക്കാൻ എത്രയായെന്ന് ചോദിച്ചാൽ അതിന് ഇൻവെന്ററി ആയിട്ട് പോലും കാണുന്നില്ല. അപ്പൊ അതിലേക്ക് കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യണ്ട. ജസ്റ്റ് ഇഗ്നോർ ദ ബൈ പ്രൊഡക്റ്റ്. ഈവൻ ക്വസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും ജോയിന്റ് കോസ്റ്റ് പോലും അതിന് കൊടുക്കണ്ട. ട്ടോ. ഈ പിക്ചറിൽ റെപ്രസെന്റ് ചെയ്ത പോലെ ABCD എന്ന് പറയുന്നത് എയും ബിയും സിയും ഡിയും ആയി മാറി. ഡി ബൈ പ്രൊഡക്റ്റ് ആണ്. ഈ 1000 എന്ന് പറയുന്ന ജോയിന്റ് കോസ്റ്റ് എക്കും ബിക്കും സിക്കും മാത്രം കൊടുത്താൽ മതി. എക്കും ബിക്കും സിക്കും മാത്രം കൊടുത്താൽ മതി. ഏത് മെത്തേഡില്? ഏത് മെത്തേഡില്? അത് നാല് മെത്തേഡ് നമ്മൾ പഠിച്ചില്ലല്ലോ. അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ എക്കും ബിക്കും സിക്കും കൊടുക്കുന്നു. ബിക്ക് കൊടുക്കണ്ട. ഇഗ്നോർ ദ ബൈ പ്രൊഡക്റ്റ്. ഓക്കെ ആണോ മക്കളെ? ഇനി പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ കാണാം ഇൻവെൻട്രീഡ് അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റ് ഇസ് അക്കൗണ്ടഡ് എന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ എയിലേക്കും ബിയിലേക്കും സിയിലേക്കും കൊടുക്കുന്നതോടൊപ്പം ഡിയിലോട്ടും കൊടുക്കണം. എങ്ങനെ കൊടുക്കും? ആ നാല് മെത്തേഡ് പഠിച്ച രീതിയിൽ കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. സെയിൽസ് മെത്തേഡിൽ ഇഗ്നോർ ചെയ്യാൻ റീസൺ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ കോൺസെപ്ച്വൽ റീസൺ. മനസ്സിലാക്കിക്കോ. കമ്പനി പറയാണ് ഞാൻ ഈ 1000 ചെലവഴിച്ചത് ABC ഉണ്ടാക്കാനാണ്, ഡി വേസ്റ്റ് അല്ലടാ. ആ ടാറ് കറസിനൊക്കെ വേസ്റ്റ് ആണ്. ഞാൻ എന്റെ ഉദ്ദേശം എയും ബിയും സിയും ഉണ്ടാക്കലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1000 ചെലവഴിച്ചത്. അപ്പൊ എന്റെ 1000 എങ്ങോട്ട് പോയാൽ മതി? ABCയിലേക്ക് പോയാൽ മതി. ക്ലിയർ അമീൻ? ഡി ആക്സിഡന്റൽ പ്രൊഡക്റ്റ്, അതുകൊണ്ട് ഞാൻ ഡിയിലേക്ക് കൊടുക്കുന്നില്ല എന്ന് കമ്പനി തീരുമാനിച്ചാൽ ദാറ്റ് ഇസ് ഓക്കെ. ഓക്കെ. ഇനി പ്രൊഡക്ഷൻ മെത്തേഡ്. പ്രൊഡക്ഷൻ മെത്തേഡിൽ ഡിയിലേക്കും കൊടുക്കുന്നുണ്ട്. ഡീനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഡിയിലേക്ക് ആദ്യം ഡിയിലേക്ക് കൊടുക്കുക. അപ്പൊ സാറേ എക്കും ബിക്കും സിക്കും കൊടുക്കുന്ന പോലെ തന്നെ ഡിക്കും കൊടുക്കോ? നോ. നോ. അവിടെയാണ് ഞാനൊരു എക്സാമ്പിൾ പറയാൻ പോകുന്നത്. ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കണേ. ABCD എയും ബിയും സിയും ഡിയും ആക്കി
ഡി ബൈ പ്രൊഡക്റ്റ് ആണ്. ഡി ഫെർദർ പ്രോസസ് ചെയ്തു, $20 ചെലവായി ചെയ്ത് ഫെർദർ പ്രോസസ് ചെയ്തിട്ട് ഡി പ്ലസ് ആക്കി. എന്റെ യൂണിറ്റ്സ് 100 ആണ്, ബിന്റെ യൂണിറ്റ്സ് 50 ആണ്, സിന്റെ യൂണിറ്റ്സ് 80 ആണ്, ഡി പ്ലസിന്റെ യൂണിറ്റ്സ് 10 ആണ്. ഇവര് പറയുന്നു അലോക്കേറ്റ് ചെയ്യണമെന്ന്, പ്രൊഡക്ഷൻ മെത്തേഡാണ്, ഇൻവെന്ററി ആക്കണം, ഡി പ്ലസ് ഇൻവെന്ററി ആക്കണമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഡി പ്ലസ് ഇൻവെന്ററി ആക്കണമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. പി യു മെത്തേഡ് ആണെന്ന് വിചാരിക്കാം. പി യു മെത്തേഡ്, ടെൽ മി ദ റേഷ്യോ. പി യു മെത്തേഡ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു എക്കും ബിക്കും സിക്കും ഡി പ്ലസിനും കൊടുക്കണോ, ഡിക്കും കൊടുക്കണം. അപ്പൊ പി യു മെത്തേഡ് ആണെങ്കിൽ റേഷ്യോ 100:50:80:10 ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല, ഇത് അല്ല, ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. ജോയിന്റ് പ്രൊഡക്റ്റിനെ കാണുന്ന പോലെ തന്നെ ബൈ പ്രൊഡക്റ്റിനെയും കാണാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യും? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ആദ്യം ഡി പ്ലസിന്റെ എൻ ആർ വി കാണും. സാർ ആ എൻ ആർ വി മെത്തേഡിലാണോ ചെയ്യുക? അല്ല. പി യു മെത്തേഡ് ആയിക്കോട്ടെ, സെയിൽസ് വാല്യൂ മെത്തേഡ് ആയിക്കോട്ടെ, എൻ ആർ വി മെത്തേഡ് ആയിക്കോട്ടെ, സി ജി പി എം മെത്തേഡ് ആയിക്കോട്ടെ, ജോയിന്റ് കോസ്റ്റിനെ നിങ്ങൾ ജോയിന്റ് പ്രൊഡക്ട്സിലോട്ട് ഏത് മെത്തേഡിലും കൊടുക്കും. പക്ഷേ ബൈ പ്രൊഡക്റ്റിനെ നിങ്ങൾ ഇൻവെന്ററി ആക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എൻ ആർ വി ഓഫ് ബൈ പ്രൊഡക്റ്റ് കാണണം. എന്ത് കാണണം? എൻ ആർ വി ഓഫ് ബൈ പ്രൊഡക്റ്റ്. എങ്ങനെയാ എൻ ആർ വി ഓഫ് ബൈ പ്രൊഡക്റ്റ് ഒന്ന് കണ്ടേ മക്കളെ? എത്ര എൻ ആർ വി ഓഫ് ബൈ പ്രൊഡക്റ്റ്? 5 into 10, which is 50, sales value of final product, minus separable cost 20. എൻ ആർ വി is 30. ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടെ. നമ്മുടെ ജോയിന്റ് കോസ്റ്റ് 1000 ഇല്ലേ? ഈ 1000-ൽ നിന്നും 30 എടുത്തിട്ട്, ഈ എൻ ആർ വി കണ്ട ഈ എൻ ആർ വിയോളം 30 എടുത്തിട്ട് ഡി പ്ലസിന് കൊടുക്കണം, ഡിക്ക് കൊടുക്കണം. ബാക്കി 970 എ ബി സിക്ക് കൊടുത്താൽ മതി. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് എന്തുകൊണ്ടാണ് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഇതാ, ഇപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു പറയാം? ഞാൻ ഡി പ്ലസിന്റെ എൻ ആർ വി കണ്ടു, വിച്ച് ഇസ് 30, നമ്മളിപ്പോ കണ്ട പോലെ. എന്നിട്ട് ഡി പ്ലസിന് ആ 30-യോളം എൻ ആർ വിയോളം ഞാൻ ജോയിന്റ് കോസ്റ്റിന്റെ ഷെയർ കൊടുത്തു. ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് ടു ഡി പ്ലസ് ഇസ് 30. ഇപ്പൊ മൊത്തം ജോയിന്റ് കോസ്റ്റ് 1000 ആയതുകൊണ്ട് റിമൈനിങ് 970 എ ബി സി എന്ന് പറയുന്ന ജോയിന്റ് പ്രൊഡക്ട്സിന് കൊടുക്കാൻ തീരുമാനിച്ചു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ആർക്കെങ്കിലും ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡി പ്ലസ് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു ചാറ്റ് ബോക്സിൽ. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഡി പ്ലസ്, ഡി പ്ലസിന്റെ ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റും ഡി പ്ലസിന്റെ സെപ്പറബിൾ കോസ്റ്റും അടക്കം ഡി പ്ലസിന് ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര? ഡി പ്ലസിന്റെ പറ മക്കളെ, ഡി പ്ലസിന്റെ ടോട്ടൽ കോസ്റ്റ് എത്ര? 50 ആണ്. 50 ആണ്. ഇതാ 50. 30 ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് പ്ലസ് 20, 50. അങ്ങനെയാണെങ്കിൽ പെർ യൂണിറ്റ് കോസ്റ്റോ, കോസ്റ്റ് പെർ യൂണിറ്റോ ഹൗ മച്ച്? 50 ഡിവൈഡ് ബൈ ഡി പ്ലസിന്റെ യൂണിറ്റ്സിന്റെ എണ്ണം 10 ആണ്. 50 ഡിവൈഡ് ബൈ 10, 5 ആണോ? 5 അല്ലേ? 5. എന്തുകൊണ്ട് 5-ലേക്ക് എത്തി? സെല്ലിംഗ് പ്രൈസ് 5 അല്ലേ? ഹിയർ കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. എന്താണ് കമ്പനി ഉദ്ദേശിക്കുന്നത്? ബൈ പ്രൊഡക്റ്റ് ഒന്നും ലാഭവും വേണ്ട, നഷ്ടവും വേണ്ട. നമ്മുടെ കമ്പനിക്ക് ഒരു 10 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ 10 ലക്ഷത്തിന്റെ പ്രോഫിറ്റിന്റെ ഉത്തരവാദി എയും ബിയും സിയും എന്ന് പറയുന്ന ജോയിന്റ് പ്രൊഡക്ട്സ് ആയാൽ മതി. ഡി പ്ലസ് എന്ന് പറയുന്നത് ലാഭത്തിന് ഉത്തരവാദിത്തം ഉണ്ടാവാൻ പാടില്ല, നഷ്ടത്തിന് ഉത്തരവാദിത്തം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ കോസ്റ്റ് പെർ യൂണിറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ലെവലിലേക്ക് ഈ അഞ്ചും സെയിം ആവാൻ വേണ്ടിയിട്ടാണ് ഈ എൻ ആർ വി കണ്ടിട്ട് എൻ ആർ വിയോളം കൊടുക്കുന്നത്. സാറേ എപ്പോഴും ഇങ്ങനെയാവോ? എപ്പോഴും ഇങ്ങനെയാവും. നിങ്ങൾ എന്ത് നമ്പർ മാറ്റിയാലും ഇറ്റ് വിൽ ബി സെയിം. ഇപ്പൊ നിങ്ങൾ ഈ 5 മാറ്റിയിട്ട് 10 എന്ന് വിചാരിക്കുക. ഇവിടെ 10 കണ്ടോ? ഇവിടെ 10 കണ്ടോ? ഇവിടെ 10 ഇവിടെ 10 × 10 10 × 10 100 - 20 80 എൻ ആർ വി. 80 നമ്മൾ ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് കൊടുക്കും. അപ്പൊ 80 + 20 100 ടോട്ടൽ കോസ്റ്റ്. 100 ഡിവൈഡ് ബൈ 10 യൂണിറ്റ്സ് 10. അപ്പോഴും സെയിം ആയില്ലേ? ഇനി സാറേ ഈ യൂണിറ്റ്സ് മാറിയാലും സെയിം തന്നെയാണ്. കണ്ടോ? 5 മാറ്റില്ലല്ലോ. സാറേ സെപ്പറബിൾ കോസ്റ്റ് മാറിയാലോ? ഇതാ സെപ്പറബിൾ കോസ്റ്റ് ഞാൻ 30 ആക്കുന്നു.
അപ്പോഴും അഞ്ച് അഞ്ച് സെയിം അല്ലേ? അപ്പൊ എന്തൊക്കെ മാറിയാലും സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പെർ യൂണിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് NRV കണ്ടിട്ട് ആ NRVയോളം ജോയിന്റ് കോസ്റ്റിൽ നിന്നും ബൈ പ്രൊഡക്റ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ ബൈ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം, ബൈ പ്രൊഡക്റ്റിനെ ഇവർ ഇൻവെന്ററി ആക്കുന്നുണ്ടോ, ഇൻവെന്ററി ആക്കുന്നില്ലേ. ആക്കുന്നില്ലെങ്കിൽ ഡയറക്ട്ലി ജോയിന്റ് കോസ്റ്റ് കംപ്ലീറ്റ്ലി ജോയിന്റ് പ്രൊഡക്ട്സിലോട്ട് കൊടുത്താൽ മതി. ഇൻവെന്ററി ആക്കുന്നുണ്ടെങ്കിൽ അതിന്റെ NRV കമ്പ്യൂട്ട് ചെയ്തിട്ട് ജോയിന്റ് കോസ്റ്റ് ഒന്നും എടുത്ത് ഒഴിവാക്കിയിട്ട് ബാക്കി മാത്രമേ മെയിൻ പ്രൊഡക്റ്റിലോട്ട് കൊടുക്കാൻ പാടൂ. Is that clear now? Let's continue by doing one question. എടാ, ഇവിടെ ജോയിന്റ് കോസ്റ്റ് 93,000 ആണ്. എ ഉണ്ട്, ബി ഉണ്ട്, സി എന്ന് പറയുന്ന ബൈ പ്രൊഡക്റ്റും ഉണ്ട്. ബൈ പ്രൊഡക്റ്റ് $1 വെക്കുന്നത്. ഇതല്ലേ ഇതിന്റെ സെല്ലിംഗ് പ്രൈസ്. ഇതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റും 1 ആയിരിക്കും ഇഫ് ഇറ്റ് ഇസ് ഇൻവെന്ററിഡ്. സെപ്പറബിൾ കോസ്റ്റ് പറയുന്നത് എന്റെ സെപ്പറബിൾ കോസ്റ്റ് 2 പെർ യൂണിറ്റ് ആണ്. ഇവിടെ സെപ്പറബിൾ കോസ്റ്റ് വെറൈറ്റി ആയിട്ട് പെർ യൂണിറ്റ് തന്നിരിക്കുന്നത്. എന്റെ സെപ്പറബിൾ കോസ്റ്റ് 2 പെർ യൂണിറ്റ് ആണ്, ബിന്റെ സെപ്പറബിൾ കോസ്റ്റ് 2 പെർ യൂണിറ്റ് തന്നെയാണ്. ടോട്ടൽ എ യൂണിറ്റ്സ് 10,000 ആണ്. അപ്പൊ 10,000 ഇൻറ്റു 2 20,000 ആണ് ടോട്ടൽ സെപ്പറബിൾ കോസ്റ്റ്. 5,000 യൂണിറ്റ്സ് ആണ് ബിന്റെ യൂണിറ്റ്സ്, 2 പെർ യൂണിറ്റ് ആണ് സെപ്പറബിൾ കോസ്റ്റ്. അപ്പൊ 5,000 ഇൻറ്റു 2 10,000 ആണ് സെപ്പറബിൾ കോസ്റ്റ്. സി 3,000 ആണ്. സിക്ക് സെപ്പറബിൾ കോസ്റ്റ് ഇല്ല, കാരണം സി വിൽക്കുന്ന എവിടെയാ? ബൈ പ്രൊഡക്റ്റ് ആയ സി സ്പ്ലിറ്റ് ഓഫിൽ തന്നെ വെക്കുന്നുണ്ട്. ഒന്ന് സിന്റെ NRV കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ പറയുന്നുണ്ട് A, B, Cന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ NRV മെത്തേഡിൽ ഇഫ് സി ആർ ഇൻവെന്ററി ആക്കുന്നുണ്ട്. സിയുടെ NRV എത്രയാ പറ? സിയുടെ NRV പറ. ഓക്കെ, 3,000 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ 3,000 എന്ത് ചെയ്യണം? ജോയിന്റ് കോസ്റ്റ് ആയി 93യിൽ നിന്നും 3,000 സിക്ക് കൊടുത്തിട്ട് ബാക്കി 90,000 ആണ് എക്കും ബിക്കും കൊടുക്കേണ്ടത് അല്ലേ? അതാണ് ഞാൻ ചെയ്തത്. ഇതാ NRV ഓഫ് സി 3,000 കണ്ടു, 93യിലെ 90 എക്കും ബിക്കും കൊടുക്കും. അത് ഏത് മെത്തേഡിലാണ് കൊടുക്കുക സാർ? ഇതാ ഇവിടെ പറയുന്ന NRV മെത്തേഡിലാണെന്ന്. അപ്പൊ എന്റെ NRVയും ബിന്റെ NRVയും കാണുന്നു. ദ എന്റെ NRV കാണാൻ 10,000 ഇൻറ്റു 4 മൈനസ് 20,000. ബിന്റെ NRV കാണാൻ 5,000 ഇൻറ്റു 10 മൈനസ് 10,000. രണ്ടിന്റെ NRV കണ്ടു 20,000 40,000. അപ്പൊ 2:4. 2:4 റേഷ്യോയിൽ ഈ റിമൈനിങ് 90,000 പൊട്ടിച്ചു കൊടുക്കണം രണ്ടുപേർക്കും. 30-60 കിട്ടി. സെപ്പറബിൾ കോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഡിവൈഡ് ബൈ യൂണിറ്റ് ചെയ്താൽ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടി. ഇതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ പറ്റും 1 ആണെന്ന്. കാരണം ഞാൻ പറഞ്ഞ ആൻസർ ട്രിക്ക് ഇല്ലേ, ഇൻവെന്ററി ആക്കുന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ്. ലെറ്റ്സ് കണ്ടിന്യൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടോട്ടൽ കോസ്റ്റ് ഓഫ് എ ബി ആൻഡ് സി അണ്ടർ CGPM മെത്തേഡ് ഇഫ് സി ആർ ട്രീറ്റഡ് ആസ് അണ്ടർ പ്രൊഡക്ഷൻ മെത്തേഡ്. പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി ആക്കുന്ന മെത്തേഡ് തന്നെയാണ്. അപ്പൊ എഗെയിൻ 90,000 ആണ് എക്കും ബിക്കും കൊടുക്കേണ്ടത്. 90,000 ആണ് എക്കും ബിക്കും കൊടുക്കേണ്ടത്. ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാനേ ഉള്ളൂ. ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്യാം. അതായത് കാൽക്കുലേറ്റർ CGPM മെത്തേഡ് ആണ്. CGPM മെത്തേഡ് എന്ന് പറയുമ്പോൾ ആദ്യം സെയിൽസ് വാല്യൂ മെമ്മറി കയറ്റണം. മെമ്മറി ക്ലിയർ ചെയ്തേ ഗായ്സ്, മെമ്മറി ക്ലിയർ ചെയ്തേ. മെമ്മറി ക്ലിയർ ചെയ്യണം. മെമ്മറി ക്ലിയർ ചെയ്തിട്ട് ലെറ്റ് സ്റ്റാർട്ട്. ഫൈനൽ പ്രൊഡക്ട്സ് എൻ്റെയും ബിൻ്റെയും ജോയിന്റ് പ്രൊഡക്ട്സിന്റെ സെയിൽസ് വാല്യൂ മെമ്മറി കയറ്റണം. 4 ഇൻറ്റു 10,000 M പ്ലസ്. അതിനുശേഷം ബിന്റെ സെയിൽസ് വാല്യൂ മെമ്മറി കിട്ടണം 10 ഇൻറ്റു 5,000 M പ്ലസ്. അതിനുശേഷം ടോട്ടൽ കോസ്റ്റ് കാണും. ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ കോസ്റ്റ് കാണുമ്പോൾ 93 എന്ന് ചെയ്യരുത്. സോറി, ടോട്ടൽ കോസ്റ്റിൽ 3യും വരില്ലേ? ഇവിടെ നമ്മൾ എക്കും ബിക്കും കൊടുക്കുന്ന പരിപാടിയാണ് CGPM മെത്തേഡ്. അപ്പൊ എൻ്റെയും ബിന്റെ ടോട്ടൽ കോസ്റ്റ് എന്നാണ് ഉദ്ദേശം. 90,000, കാരണം 3 കൊടുത്തിട്ട് സീനെ പിരിച്ചു വിട്ടില്ലേ, പ്ലസ് സപ്പറബിൾ കോസ്റ്റ് വരണം 20,000 പ്ലസ് 10,000 ഡിവൈഡ് ബൈ MRC ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു അടിച്ചാൽ ആദ്യത്തെ ഉത്തരം കിട്ടും, 10 ഇസ് ഈക്വൽ ടു അടിച്ചാൽ ബിന്റെ ഉത്തരം കിട്ടും.
കിട്ടിയോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ പറ എത്രയൊക്കെയാണ്? 4:10 അടിച്ചായിട്ട് 5.3യും 13.33 കിട്ടാം. ബസീർ അടിച്ചതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. 5.3യും 13.33 കിട്ടാം. അത് കോസ്റ്റ് പെർ യൂണിറ്റോ? ശരിക്കും ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ കോസ്റ്റാ. ആണോ? ടോട്ടൽ കോസ്റ്റ് ചോദിച്ചു? ഒന്നുമില്ല. കോസ്റ്റ് പെർ യൂണിറ്റ് എന്തുമായി മൾട്ടിപ്ലൈ ചെയ്താൽ മതി? യൂണിറ്റ്സുമായി മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ കോസ്റ്റിലേക്ക് വരാം. ഓക്കെ ആണോ? ഓക്കെ. അതേപോലെ തേർഡ് ക്വസ്റ്റ്യൻ. ചോദ്യം എന്താ നോക്കാം. ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് ഓഫ് എ ആൻഡ് ബി ആൻഡ് സി അണ്ടർ പി യു മെത്തേഡ്. പി യു മെത്തേഡ് ആണ് വെരി സിമ്പിൾ മെത്തേഡ്. ഇഫ് സി ആർ നോട്ട് അക്കൗണ്ടഡ്, സീനെ അക്കൗണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ദ ഹോൾ 93,000 ഇസ് ഡിവൈഡഡ് ഇൻ ടു എ ആൻഡ് ബി. എയിലേക്ക് ബിയിലേക്ക് മാത്രം ഷെയർ കൊടുക്കും. പി യു മെത്തേഡ് ആണ്, സിമ്പിളാ. പി യു മെത്തേഡ് എന്ന് പറയുമ്പോൾ 10:5. അപ്പൊ 93,000 10:5 കൊടുക്കണം. 93,000 10:5 കൊടുക്കണം. 10 × 10/15 5/15 62 ആൻഡ് 31. സിക്ക് ഒന്നും കൊടുക്കുന്നില്ല, കാരണം ഇൻവെന്ററി ആയിട്ട് കണക്കാക്കുന്നില്ല. ക്ലിയർ ആണോ ആ പ്രൊഡക്ഷൻ മെത്തേഡും സെയിൽസ് മെത്തേഡും? ഇൻവെന്ററിയിലും നോട്ട് ഇൻവെന്ററിയിലും കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം അവിടെ ഇവിടെയൊക്കെ ഇതേപോലത്തെ. ഇനി ഒറ്റ കാര്യം കൂടി നമുക്ക് പറയാം. എനിക്കൊന്നും ഓവറുടെ ലൊക്കേഷൻ നമുക്ക് നാളെ എടുക്കാം. നമുക്ക് ഈ ഇതൊന്ന് ഫിനിഷ് ചെയ്യാം, ജോയിന്റ് കോസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യാം. സെൽ ഓർ പ്രോസസ് ഫർദർ എന്ന് പറയുന്ന ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു പാർട്ട് 2 സെക്ഷൻ സിയില്. മാർജിനൽ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക് 2 പല ഡിസിഷനുകളിൽ ഒരു ഡിസിഷൻ ആയിരുന്നു സെൽ ഓർ പ്രോസസ് ഫർദർ ഡിസിഷൻ. ഇത് മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, കിട്ടില്ല. നോക്കാം നമുക്ക്. ഈ ഒരു കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, ടാറ്റ ബൈ ബൈ പറയാം. ഓവർ അലോക്കേഷൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ വി ഹാവ് നോ ടൈം. അല്ലെങ്കിൽ എന്റെ തൊണ്ട പണിയായിക്ക്. നാളെ എടുക്കാം. നാളെ ഒന്നെങ്കിൽ രാവിലെ ആയിരിക്കും ക്ലാസ് കേട്ടോ. രാവിലെ ആട്ടോ ക്ലാസ്, ലൈവ് ക്ലാസ്. 7 AM ടു 9:30. ഓക്കെ. നമുക്ക് ഇത് സെല്ലോ പ്രോസസ് ഫർദർ നമ്മൾ പാർട്ട് 2 പഠിച്ച കാര്യമാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എ ബി എന്ന് പറയുന്നത് എയും ബിയും ആക്കി മാറ്റി. 100 യൂണിറ്റ്സ് ഇൻറ്റു 20 ആണ് എന്റെ യൂണിറ്റ്സും സെല്ലിംഗ് പ്രൈസും. ബിൻ്റെത് 150 × 30. സെപ്പറബിൾ കോസ്റ്റ് 800ഉം 2750 ആണ്. എ പ്ലസും ബി പ്ലസും ആക്കി മാറ്റാം. 120 യൂണിറ്റ്സ് ആണ്. 25-60 ആണ് സെല്ലിംഗ് പ്രൈസ്. എന്റെ ചോദ്യം, എ പ്ലസ് ആക്കി മാറ്റണോ വേണ്ടയോ, ബി പ്ലസ് ആക്കി മാറ്റണോ വേണ്ടയോ? ചിലപ്പോൾ ബി വിൽക്കുന്നതായിരിക്കും നല്ലത്. ബി പ്ലസ് ആക്കുമ്പോൾ നഷ്ടം ചിലപ്പോൾ വരും. ബി വിൽക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ എ പ്ലസ് ആക്കി വിൽക്കാണ്ട് വിൽക്കണമായിരിക്കും നല്ലത്. അപ്പൊ വേണോ എ പ്ലസ് വേണോ, ബി വേണോ ബി പ്ലസ് വേണോ എന്ന ചോദ്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ട് 2 പഠിച്ചത് ഇൻക്രിമെന്റൽ റവന്യൂ ഇൻക്രിമെന്റൽ കോസ്റ്റും കമ്പയർ ചെയ്യാന്നുള്ളത്. ലെറ്റ്സ് ഡു ഇറ്റ്. കോൺസെപ്റ്റിൽ ചിന്തിച്ചാൽ മതി. എ പ്ലസ് വിറ്റ് എത്ര കിട്ടും നോക്കാം ആദ്യം. എ പ്ലസ് വിറ്റ് എത്ര കിട്ടും? 120 × 25 3000 കിട്ടും. എ വിറ്റ് എത്ര കിട്ടും? 100 × 20 2000 കിട്ടും. ഓക്കെ. അപ്പൊ ഇതിന് ഡിഫറൻസ് എക്സ്ട്രാ ഇപ്പൊ എന്താ കിട്ടുന്നത്? എ പ്ലസ് ആക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്താ എക്സ്ട്രാ കിട്ടുന്നത്? എ പ്ലസ് ആക്കിയത് കൊണ്ട് എക്സ്ട്രാ കിട്ടുന്നത് വെറും 1000 ആണ്. 1000 എക്സ്ട്രാ കിട്ടും റവന്യൂ ആയിട്ട്. ദിസ് ഇസ് നോൺ ആസ് അഡീഷണൽ റവന്യൂ, ഇൻക്രിമെന്റൽ റവന്യൂ. ഇനി എ പ്ലസ് ആക്കി മാറ്റാൻ എത്ര റുപ്യ അഡീഷണലി ചെലവാക്കണം? 800. അപ്പൊ അഡീഷണലി 800 ചെലവഴിച്ചാൽ അഡീഷണലി 1000 കിട്ടുമെങ്കിൽ അത് നല്ലതല്ലേ? ഫോർ ഡിസിഷൻ ഇസ് എ പ്ലസ് ആണ് നല്ലത്. പ്രോസസ് ഫർദർ. ഇസ് ദാറ്റ് ക്ലിയർ എവരിബഡി? റിവിഷൻ ആയോ പാർട്ട് 2 കോൺസെപ്റ്റ്? അതേപോലെ ബീൻ്റെതും ഒന്നുകൂടി പറഞ്ഞാൽ ഒന്നുകൂടി ക്ലാരിറ്റി വരും. ബി പ്ലസ് വിറ്റാൽ 120 × 60 7200 കിട്ടും.
ബി വിൽക്കുകയാണെങ്കിൽ 4,500 കിട്ടത്തുള്ളൂ. അപ്പോൾ അഡീഷണലി വി ക്യാൻ ഏൺ എ റവന്യൂ ഓഫ് 2,700. പക്ഷെ ആ 2,700 ഏൺ ചെയ്യണമെങ്കിൽ 2,750 ചെലവാക്കണം. 2,750 ചെലവാക്കണം. അത് വേണ്ടല്ലോ. 2,750 എക്സ്ട്രാ ഇട്ട് 2,700 കിട്ടാൻ വേണ്ടി നിങ്ങൾ കളിക്കോ? ഇല്ല. ബി ഡോണ്ട് പ്രോസസ്. അപ്പോൾ നിങ്ങൾ വിൽക്കുന്നത് എ പ്ലസും ബിയും ആയിരിക്കും. നിങ്ങളുടെ ഫൈനൽ പ്രൊഡക്ട്സ് എ പ്ലസും ബിയും ആയിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ABC 3 പ്രൊഡക്ട്സ് ഉണ്ട്. 3,000, 6,000, 8,000 ആണ് യൂണിറ്റ്സ്. സ്പ്ലിറ്റ് ഓഫിലെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. ഫെർദർ പ്രോസസ്സിംഗിന്റെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. സെപ്പറബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താ അറിയാം? ഇതിനു മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം മിക്ക ക്വസ്റ്റ്യൻസിലും അവർ പറയും എ ആണോ വെക്കുന്നത്, എ പ്ലസ് ആണോ വെക്കുന്നത്, അല്ലെങ്കിൽ ബിയിൽ നിർത്തുന്നു, ബി പ്ലസ് ആക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരും. പക്ഷെ ഇവിടെ ഈ ഡിസിഷൻ നമ്മുടെ തലയിലേക്ക് ഇട്ട് തരുന്നു. അങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടോ എന്ന് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്നു പ്രൊഡക്ട്സ് ക്യാൻ ബി സോൾഡ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് കഴിഞ്ഞോടനെ വിൽക്കാം, ഓർ ഫെർദർ പ്രോസസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ വിൽക്കാം. വിച്ച് എവർ ഇസ് ബെനിഫിഷ്യൽ ഫോർ ദ കമ്പനി. ഈ സെന്റൻസ് ആണ് നമുക്ക് ഉണ്ട ഉണ്ട തരുന്നത്. വിച്ച് എവർ ഇസ് ബെനിഫിഷ്യൽ ഫോർ ദ കമ്പനി. കമ്പനിക്ക് ഏതാണോ നല്ലതായി ചെയ്യണം. അപ്പൊ നമ്മൾ കണ്ടെത്തണം എ ആണോ എ പ്ലസ് ആണോ നല്ലത്, ബി ആണോ ബി പ്ലസ് ആണോ നല്ലത്, സി ആണോ സി പ്ലസ് ആണോ നല്ലത് നമ്മൾ നോക്കണം. നോക്കട്ടെ, നോക്കണം. അത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ തന്നതിൽ അത്ര കോംപ്ലിക്കേഷൻ ഇല്ല. ഇവിടെ 100 യൂണിറ്റും 120 യൂണിറ്റും ഡിഫറെന്റ് ആണ്. 150 യൂണിറ്റും 120 യൂണിറ്റും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തേ പറ്റൂ. ഇവിടെ യൂണിറ്റ് സെയിമാ. 3,000 യൂണിറ്റ് എയും 3,000 യൂണിറ്റ് തന്നെയാണ് എ പ്ലസും. ബിന്റെ 6,000 തന്നെയാണ്, 8,000 തന്നെയാണ്. അപ്പൊ യൂണിറ്റ് സിമിലർ ആണെങ്കിൽ ഡിസിഷൻ പെർ യൂണിറ്റിൽ എടുക്കാം. യൂണിറ്റ് സിമിലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസിഷൻ പെർ യൂണിറ്റിൽ എടുക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദാ എ നോക്കുകയാണെങ്കിൽ 170 കിട്ടും ഇൻസ്റ്റെഡ് ഓഫ് 120. അപ്പൊ 50 എക്സ്ട്രാ കിട്ടും. 50 എക്സ്ട്രാ കിട്ടും. കിട്ടില്ല. പക്ഷെ ആ 50 എക്സ്ട്രാ കിട്ടണമെങ്കിൽ എത്ര ചെലവാക്കണം? 180,000 ചെലവാക്കണം. ഫോർ ഹൗ മെനി യൂണിറ്റ്സ്? 3,000. 180 ഡിവൈഡ് ബൈ 3,000 പെർ യൂണിറ്റിലേക്ക് മാറ്റണം. 60 ചെലവാക്കിയിട്ട് 50ക്ക് വേണ്ടി നിങ്ങൾ നിൽക്കോ? ഇല്ല. അപ്പൊ ഇത് നിങ്ങൾ എന്തേ വെക്കുള്ളൂ? എ വെക്കുള്ളൂ. സ്പ്ലിറ്റ് ഓഫിൽ അങ്ങ് വെക്കും. എ മതി, എ പ്ലസ് വേണ്ട. ഇവിടെ അതേപോലെ ഡിഫറൻസസ് ഇൻക്രിമെന്റൽ റവന്യൂ പെർ യൂണിറ്റ് ഇസ് 40. ഇതിന്റെ ഡിഫറൻസ് 40 ആണ്. അതേപോലെ 250,000 ഡിവൈഡ് ബൈ 6,000 പെർ യൂണിറ്റ് കോസ്റ്റ് 41 ആണ്. ഇവിടെയും എന്ത് തന്നെയാണ് കൂടുതൽ? കോസ്റ്റ് തന്നെയാണ് കൂടുതൽ. സ്പ്ലിറ്റ് ഓഫിലാണ് വെക്കുന്നത്, ബി ആ വെക്കട്ടെ. എടാ അപ്പൊ എ വെക്കുന്നു ബി വെക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യണ്ടല്ലോ. കാരണം എയും ബിയും വെക്കുമ്പോൾ ഈ രണ്ട് സെപ്പറബിൾ കോസ്റ്റ് ചിലവാകുന്നില്ലല്ലോ. ഈ രണ്ട് സെല്ലിംഗ് പ്രൈസ് നമുക്ക് വേണ്ടല്ലോ. ഫൈനൽ പ്രൊഡക്ട്സ് എയും ബിയും അല്ലേ? മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്. സി നോക്കുമ്പോൾ ഇൻക്രിമെന്റൽ റവന്യൂ പെർ യൂണിറ്റ് 16 ആണ്. ഇൻക്രിമെന്റൽ കോസ്റ്റ് പെർ യൂണിറ്റ് വെറും 15 ആണ്. ആഹാ, നല്ലത് ഇല്ലടാ. ഇൻക്രിമെന്റൽ റവന്യൂ ഇസ് ഗ്രേറ്റർ, ഫോർ ഫെർദർ പ്രോസസ്. സി പ്ലസ് ആക്കാം. സി പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫെർദർ പ്രോസസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന 120,000 ഉണ്ട്, ഈ കാണുന്ന 41-നാണ് വെക്കുന്നത്. ഇനി ഈ ഡിസിഷൻ എടുത്തിട്ടേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അസ്യൂം സി ഇസ് ഇൻവെന്ററീഡ് ആസ് ബൈ പ്രൊഡക്റ്റ്. ഓ, സി ബൈ പ്രൊഡക്റ്റ് ആ. കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ ബി ആൻഡ് സി. സിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് പറയാൻ പറ്റുമോ? എനിബഡി? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിക്ക് ആയിക്കോ നോക്കട്ടെ. സി ഇൻവെന്ററീഡ് ആന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് സി എത്രയാ? കമ്പ്യൂട്ട് ചെയ്യാണ്ട് പറയാൻ പറ്റണം. എത്രയാ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് സി? എത്ര എന്തിനോട് ഈക്വൽ ആയിരിക്കുന്ന ഞാൻ പറഞ്ഞത്? ഇൻവെന്ററീഡ് ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കുന്ന പറഞ്ഞത്? അതിന്റെ സെല്ലിംഗ് പ്രൈസിന് ഈക്വൽ. 25 എടാ 41 വെക്കുന്നത്. ഫെർദർ പ്രോസസ് അല്ലേ, സി അല്ലല്ലോ വെക്കുന്നത്, സി പ്ലസ് അല്ലേ വെക്കുന്നേ. 41. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഇൻവെന്ററിയുടെ ആയത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ NRV കാണണം. ഒന്ന് സീന്റെ NRV കണ്ടേ ക്വിക്ലി കാൽക്കുലേറ്ററിൽ. 41 ഇൻറ്റു 8,000 മൈനസ് 120,000 എത്രയാടാ? സീന്റെ NRV കാണണം. എത്ര NRV? 2,08,000 മൈനസ് 8 lakh ഏത്? മൈനസ് 8 lakh. ബാക്കി എത്രയാ? 592, റൈറ്റ്? ഈ 592 ആണ് എക്കും ബിക്കും കൊടുക്കണ്ടേ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 592 ആണ് എക്കും ബിക്കും കൊടുക്കണ്ടേ.
ആദ്യത്തിൽ പി യു മെത്തേഡിൽ ഇപ്പൊ 592 3:60 കൊടുക്കണം. ആദ്യത്തെ മെത്തേഡ് ആണെങ്കിൽ ഇതാ ഞാൻ 592 3:60 കൊടുക്കുന്നു. 592 3:60 കൊടുക്കുന്നു. ഇതാ 3:60 എന്ന് പറയുമ്പോൾ 3/9 6/9. രണ്ടിനും സെപ്പറബിൾ കോസ്റ്റ് ഇല്ല. സാറേ ഇവിടെ സെപ്പറബിൾ കോസ്റ്റ് കാണുന്നുണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ പാടില്ല കാരണം നമ്മൾ എ ബി അല്ലേ വെക്കുന്നത്. സെപ്പറബിൾ കോസ്റ്റ് ഇല്ല. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഷെയർ ഓഫ് ജോയിന്റ് കോസ്റ്റ് തന്നെയാണ്. ഡിവൈഡ് ബൈ യൂണിറ്റ്സ് കോസ്റ്റ് പെർ യൂണിറ്റ് 65.7. സാർ ഇത് സെയിം ആണല്ലോ. അതെ, ഞാൻ ഒരു ഒരു തിയറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനം കൂടി പറഞ്ഞുതരാം. അണ്ടർ പി യു മെത്തേഡ്, ഇഫ് ദർ ഇസ് നോ സെപ്പറബിൾ കോസ്റ്റ്, കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ബി സെയിം ഫോർ എവറി പ്രൊഡക്റ്റ്, എവറി ജോയിന്റ് പ്രൊഡക്റ്റ്. വീണ്ടും ഞാൻ പറയാം, അണ്ടർ പി യു മെത്തേഡ്, ഇഫ് ദർ ഇസ് നോ സെപ്പറബിൾ കോസ്റ്റ്, കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ബി സെയിം ഫോർ എവറി ജോയിന്റ് പ്രൊഡക്ട്സ്. ഈ 65.78 കിട്ടാൻ വേറൊരു എളുപ്പമുണ്ട്. എന്ത് ചെയ്താൽ മതി? ടൈപ്പ് 592,000. 592,000 അടിച്ചേ, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്. എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്? 9,000 അല്ലേ? ഡിവൈഡ് ബൈ 9,000 എത്ര ഇടുന്നത്? 592,000 ഡിവൈഡ് ബൈ 9,000 ഹൗ മച്ച്? ഇതാ 65.77. എളുപ്പത്തിൽ കിട്ടിയില്ലേ? ഇത് പി യു മെത്തേഡിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇഫ് ദർ ഇസ് നോ സെപ്പറബിൾ കോസ്റ്റ്. സെപ്പറബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ മാറും, നോക്കിക്കോ. സെപ്പറബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ മാറും. മാറിയില്ലേ? സെപ്പറബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ മാറും. സെപ്പറബിൾ കോസ്റ്റ് ഇല്ലെങ്കിലാണ് സെയിം ആവാം. സെപ്പറബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ മാറും. മാറി കേട്ടോ. ഈ സി ജി പി എം മെത്തേഡിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 592. സാർ അതെന്താ ടോട്ടൽ കോസ്റ്റ് 592? ഈ 180 250 ഇല്ലേ? ഇല്ല, അത് ചിലവാക്കിയിട്ടില്ല. സാർ അപ്പൊ ഈ 120യോ? അതും ഇല്ല, അത് ജോയിൻ കോസ്റ്റ്, സോറി, അത് ഇവന്റർ അല്ലേ, ബൈ പ്രൊഡക്റ്റിന്റെ അല്ലേ, അത് കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പൊ 592 ആണ് ടോട്ടൽ കോസ്റ്റ്. സെയിൽസ് വാല്യൂ 9 lakh ആണ്. 9 lakh എന്ന് പറയുമ്പോൾ ആരുടെ സെയിൽസ് വാല്യൂ ആണ്? എന്റെയും ബിന്റെയും ആണ്, കാരണം അതല്ലേ ഫൈനൽ പ്രൊഡക്ട്സ്. എന്റെയും ബിന്റെയും 120 × 3,000 90 × 6,000. അപ്പൊ കോസ്റ്റ് പെർസെന്റേജ് കിട്ടി 65.77. ആ കോസ്റ്റ് പെർസെന്റേജ് സെല്ലിംഗ് പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, യു വിൽ ഗെറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ്. ക്ലിയർ ആണോ?